എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് ആരംഭിക്കാം. ഏറെ സന്തോഷത്തോടുകൂടി, ഏറെ കൃതജ്ഞതയോടുകൂടി, ഏറെ നന്ദിയോടുകൂടി ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയാണ് അല്ലെ. നമ്മളിന്ന് രാവിലെ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് ഉണ്ടായിരുന്നു, ജേർണി ടു ഹാപ്പിനെസിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു, മറ്റ് മെന്റർഷിപ്പ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇപ്പൊ നമ്മുടെ വൈകിട്ട് നമ്മുടെ കീ ടു ഹാപ്പിനെസ് നമ്മുടെ കീ ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന പുതിയ കോഴ്സും കൂടി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിലെല്ലാവരും പങ്കെടുത്തിരുന്നു. നാളെ മുതല ക്ലാസ്, ഇന്ന് മുതല ക്ലാസ് ഓണാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഓരോ ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഇവിടെ പലരും രാവിലെ മുതൽ ഇന്ന് 4ാമത്തെ തവണയൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടല്ലേ. ഏതായാലും സന്തോഷത്തോടു കൂടി, കാരണം ഞങ്ങളിങ്ങനെ ആലോചിക്കുകയാണ്. കാരണം ഞങ്ങൾ ഇങ്ങനെ പറയാണ്, ആൾക്കാർ എത്ര ആത്മാർത്ഥമായിട്ടാണ് അവരവരുടെ ജീവിതത്തെ മാറ്റാനായിട്ട്, അവരൊരു ജീവിതത്തിൽ മാറ്റം ഉണ്ടാവാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് ഫ്രഷ് ആകാൻ പോകുമ്പോൾ 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഫ്രഷായി ഒന്ന് തലയിൽ നിന്ന് വെള്ളമൊഴിച്ച് വരാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ച കാര്യമാണ്, ഞാൻ ഇത്രയും സമയം എടുത്തിട്ട് ഇത്രയും ക്ലാസ്സുകളൊക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് കിട്ടുന്നൊരു ഊർജം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആൾക്കാർ പങ്കെടുക്കുമ്പോൾ ഉണ്ടാവുന്ന നിങ്ങൾക്ക് മാറ്റമുണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ശ്രമിക്കാൻ ഉണ്ടാകുന്നൊരു മനസ്സുണ്ടല്ലോ, ആ മനസ്സ് വളരെ വലുതാണ്. ആ മനസ്സിന്റെ മുമ്പിൽ ഞാൻ തീർച്ചയായും സാക്ഷാൽ എന്താ പറയാ കൂപ്പുകയും. കാരണം പലർക്കും വിഷയങ്ങൾ ഒരുപാട് എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ എന്നിട്ടും അത് മാറ്റണം, എനിക്കതിൽ നിന്ന് പുറത്തു കടക്കണം എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ഇറങ്ങുന്ന ആ മനസ്സുണ്ടല്ലോ, ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്സ്. അതാണ് ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അതിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത്, ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത്. മാറ്റമുണ്ടാവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒറ്റ സത്യസന്ധമായ കാര്യം. അത് വളരെ എന്താ പറയാ, എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ ഇത്രയും മണിക്കൂറുകൾ ഇതിനു വേണ്ടി ചെയ്യുന്നതൊന്നും നഷ്ടമാകുന്നില്ല, നിങ്ങളെപ്പോലുള്ള ആൾക്കാരിലേക്ക് എത്തുന്നു എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ സന്തോഷത്തോടു കൂടി തന്നെയാണ് അത് മുമ്പിൽ നിൽക്കുന്നത്. നമ്മള് സാധാരണ ഒരു കാര്യം പറയും, നമ്മൾ ജീവിക്കുന്നത് 2 തരത്തിലാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അർത്ഥം 2 തരത്തിലാണ് പോവുക. വിക്ടർ ഹ്യൂഗോസിന്റെ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് അവനെ ഓർക്കാൻ ഉള്ള കാരണം എന്താണ്, ആ കാരണം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഒരു മരണത്തിന് മുമ്പേ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വലിയ കാര്യം എന്നുള്ള ഒരു തിരിച്ചറിവ്, എന്നുള്ള ഒരു കാര്യം. അതായത് മരണശേഷവും നമ്മളെ മരിക്കാതെ നിർത്താനുള്ള എന്താണ് നമ്മളോട് ചേർത്ത് വെച്ച് പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. ആ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ആ ജീവിതം കൊണ്ട് അർത്ഥമുള്ളൂ. ആ ജീവിതത്തിൽ എന്ത് നേട്ടം ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഗുണകരമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതിനുള്ള ഒരു പ്രവർത്തനമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലങ്ങൾ കുറച്ച് എന്താ പറയാ, നമ്മളൊക്കെ എല്ലാവരും ഇവിടെ ഉള്ളതാണ്. പക്ഷെ നമ്മളുടെ കാലശേഷവും നമ്മളെ ഓർത്തു വെക്കാനും നമ്മളെ സ്മരിക്കാനുമായിട്ട് എന്തെങ്കിലും അടയാളപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ നടത്തുന്ന സമയത്ത് നമ്മുടെ ജീവിതം, അങ്ങനെ നമ്മൾ തിരിച്ചറിവ് നടത്തിയാൽ നമ്മുടെ ജീവിതത്തിന്റെ സുകൃതം സംഭവിച്ചു എന്ന് മനസ്സിലാക്കാം. ഞാൻ ആ ഒരു തോട്ട് എപ്പോഴാണോ എന്നിൽ ലഭിച്ചത്, അന്ന് മുതലാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഉള്ള പ്രവർത്തനം നടത്തിയത് എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി തയ്യാറാവുക, അതിനുവേണ്ടി ചെയ്യുക, അതിനുവേണ്ടി ഓരോ പ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. നമ്മൾ എന്താണ് ഇവിടെ ചേർത്ത് വെച്ച് പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാണല്ലോ എല്ലാവരും ശ്രമിക്കുന്നത്. ഓക്കെ, എനിവേ, നമുക്ക് ഇന്നത്തെ ആർക്കെങ്കിലും ഗുഡ് ന്യൂസുകൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ മെഡിറ്റേഷൻ ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റിയില്ല. ഗുഡ് ന്യൂസ് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആർക്കാണ് സംസാരിക്കാനുള്ള പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്തു പറഞ്ഞോ രജനി. ഞാൻ സാറിന്റെ ക്ലാസ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല.
എനിക്ക് ചേച്ചി അയച്ചു തന്നാലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ സാറിനെ നേരിട്ട് കണ്ടത് കൊച്ചിയിലെ പ്രോഗ്രാമിന് വന്നിട്ടാണ്. അവിടുന്ന് മെഡിറ്റേഷൻ കഴിഞ്ഞ് സ്റ്റോൺ വാങ്ങി മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഇതുവരെ എനിക്ക് തലേ ദിവസം വരെ ഞാൻ ബാം യൂസ് ചെയ്ത ആളാണ് തലവേദനയ്ക്ക്. ആ തലവേദന പിന്നെ എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല ഒരു കാരണം. പിന്നെ എനിക്ക് ഞാൻ ഒരു മാസം രാവിലത്തെ മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സ്കൂള് തുറന്നപ്പോ എനിക്ക് രാവിലെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ഒരു മാസം ഞാൻ അറ്റൻഡ് ചെയ്തതിന്റെ മാറ്റം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് കമ്പനിയിൽ എല്ലാവരുടെ അടുത്തും ഭയങ്കര ദേഷ്യമായിരുന്നു. വർക്ക് ചെയ്യുന്നിടത്ത് എനിക്കൊരു ഇൻചാർജ് ഉണ്ട്, അതിനനുസരിച്ച് എനിക്ക് എല്ലാവരുടെ അടുത്തും ദേഷ്യപ്പെട്ട് സംസാരിക്കാനേ പറ്റുള്ളായിരുന്നു. പക്ഷെ അത് മാറിക്കിട്ടി. എല്ലാവർക്കും എന്നോടൊരു ബഹുമാനവും റെസ്പെക്റ്റും വന്നു. പേടിയായിരുന്നു, അതിന് മാറ്റം വന്നു എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ വന്നിട്ട് എനിക്ക് വേറെ കുറെ മാറ്റങ്ങൾ ഉണ്ടായി. IR5 സിറ്റുവേഷൻ യൂസ് ചെയ്തിട്ട് ചേച്ചിയുടെ മോന് ജോലി ശരിയായി. എന്റെ കമ്പനിയിൽ തന്നെ ആ തൽക്കാലം കയറിയിരിക്കുന്നത്. ചെറിയ ശമ്പളമാണ്, അതിനും സാലറി കമ്മി പറഞ്ഞു, എന്നിട്ടും സാലറി വാങ്ങണമെന്ന് അവന് ഉദ്ദേശിച്ച സാലറി തന്നെ കിട്ടി. മോന് അഡ്മിഷൻ കിട്ടിയത് IR5 സിറ്റുവേഷൻ പറഞ്ഞിട്ടാണ്. പിന്നെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. സയൻസ് കിട്ടില്ല എന്ന് പറഞ്ഞതാണ്. സാറ് പറഞ്ഞു കിട്ടും, അവൻ പഠിച്ച സ്കൂളിൽ തന്നെ കിട്ടുന്ന സാറ് ഏട്ടനോട് പറഞ്ഞിരുന്നു പറഞ്ഞു. പക്ഷെ അത് അവന് തേർഡ് അലോട്ട്മെന്റിൽ തന്നെ അവന് സയൻസ് തന്നെ അഡ്മിഷൻ കിട്ടി. അതിനും അവൻ തന്നെ എഴുതിയത്, IR5 സിറ്റുവേഷൻ എഴുതി അവൻ തന്നെ എഴുതി എല്ലാം റെഡിയാക്കി. അവൻ തന്നെ പറഞ്ഞു, അവൻ തന്നെ കിട്ടുകയും ചെയ്തു. അപ്പൊ അവന് ഒരു സന്തോഷം. പിന്നെ 1-2 മെഡിറ്റേഷൻ അവനും കേറിയിട്ടുണ്ടായിരുന്നു. സാറിനെ നേരിട്ട് കണ്ടില്ല എന്നേ ഉള്ളൂ. അവന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര ദേഷ്യമുള്ള ആളാണ്. എന്നെ പോലെ തന്നെ ആയിരുന്നു ദേഷ്യോ, ഏടനുണ്ട് ദേഷ്യം. പക്ഷെ അവനിപ്പോ അങ്ങനത്തെ ഒരു ദേഷ്യം കാണിക്കുന്നില്ല. ആ മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെ അടുത്തും സംസാരിക്കാനും ഒരു ചാട്ടം ഉണ്ടായിരുന്നു, അത് കുറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് കുറച്ച് ദിവസം മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. ഈ മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം അച്ഛനും മകനും തമ്മിൽ മിണ്ടി. അപ്പോ ആ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ശേഷം എനിക്കും കുടുംബത്തിനും നല്ല മാറ്റമുണ്ട്. ഏട്ടന്റെ മാറ്റത്തിനാണ് ഒരുപാട് മാറ്റം വന്നത്, എന്നിലേറെ. അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങൾ കുടുംബവും ഹാപ്പിയാണ്. സാറിനെ പരിചയപ്പെടാൻ പറ്റിയതിന് ഏറ്റവും വലിയ സന്തോഷം. നന്ദി, നമസ്കാരം. താങ്ക് യു രജനി. രജനിയോട് ആദ്യം കൊച്ചിയിൽ നിന്ന് 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലേ. ഒന്ന്, ഈ തലവേദന ഇന്നു മുതൽ നിർത്തിവെച്ചോളൂ, മരുന്ന് ഇനി കഴിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതെ. പിന്നെ ഒന്ന്, രണ്ടാമത്തെ കാര്യത്തെ പറ്റിയിട്ടാണ്. അത് ഇപ്പോഴും കുറച്ച് ഇതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അനിൽ പറഞ്ഞിരുന്നു, അതുപോലെ സംഭവിക്കുന്നു. സന്തോഷം. മാറ്റം ഉണ്ടാവട്ടെ, പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, മാറ്റം ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഞാനൊന്ന് പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. രാജലക്ഷ്മിയാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ 90 നമ്പറിൽ ഒരു 200 രൂപ ലോട്ടറി അടിച്ചു. കർക്കിടക വാവിന്റെ അന്ന്. സന്തോഷം സാറിനോട് പറയുന്നത്. ഞാനങ്ങനെ ഗ്രൂപ്പിൽ വല്ലാതെ വരാറില്ല, ഒരുപാട് ടെൻഷന്റെ ആളാണ്. പക്ഷെ ഇപ്പൊ മെഡിറ്റേഷനും എല്ലാം ചെയ്യുന്നതുകൊണ്ട് വളരെ കുറവുണ്ട് എല്ലാ കാര്യത്തിലും. മാനസികമായിട്ട് ഒരുപാട് പ്രശ്നമുള്ള ഒരാളാണ്. മാനസികമായി എന്തായാലും സാറിനെ നേരിട്ട് കാണാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കുറയുന്നുണ്ടല്ലോ മെഡിറ്റേഷൻ ചെയ്യുമ്പോ അല്ലെ? കുറയുന്നുണ്ട് സർ. കയ്യിന് ഓപ്പറേഷൻ തീർച്ചയായിട്ടും കയ്യിലൊക്കെ നല്ല ഞാൻ ജോലി ചെയ്യാനൊക്കെ എനിക്ക് കഴിയുന്നുണ്ട്. മറ്റ് ഭക്ഷണം വാരി കഴിക്കാനൊന്നും എനിക്ക് കഴിയാറില്ല. ഇപ്പൊ 2 ദിവസമായിട്ട് കൈ കൊണ്ട് ഭക്ഷണം വാരി കഴിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ മെഡിറ്റേഷൻ ചെയ്തു, ധ്യാനം ചെയ്യാറുണ്ട്. ഒരുപാട് മാറ്റങ്ങളുണ്ട് മാനസികമായിട്ടൊക്കെ. കാരണം നേരിട്ട് ഇന്നാണ് ഞാൻ സംസാരിക്കുന്നത്. താങ്ക് യു സാർ, താങ്ക് യു. ഒരുപാട് കൈ അതെ കൈയിന്റെ 2 വിരല് ഇപ്പൊ ഓപ്പറേഷൻ ചെയ്തു. അത് കുറെ വർഷമായി. കൈയിന് ഭയങ്കര ബലമില്ലാത്ത, പിന്നെ മടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അന്നൊക്കെ ഹസ്ബൻഡ് സുഖമില്ലാതെ കിടക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ നിവർത്തില്ലാത്തതുകൊണ്ട് ചെയ്യേണ്ടി വന്നു. എന്നാലും കൈ മടക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഇപ്പൊ വലിയൊരു പ്രശ്നമില്ല. ഭക്ഷണം തന്നെ ആരെങ്കിലും വാരി തരുക, അല്ലെങ്കിൽ ഇടത്തെ കൈ കൊണ്ട് കഴിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ 2 ദിവസമായിട്ട് ഞാൻ സ്വയം ഭക്ഷണം വാരി കഴിക്കുന്നുണ്ട്.
ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാം സ്വന്തമായിട്ട് തന്നെ കുറേശ്ശെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാം ശരി, നന്നായി മാറട്ടെ കേട്ടോ. താങ്ക് യു സർ, ഒരുപാട് നന്ദി. താങ്ക് യു. യൂട്യൂബിലല്ലേ ക്ലാസ്സുകൾ താങ്ക് കാണുന്നല്ലേ, യു. ലൈവ് വരാറില്ലല്ലോ? ലൈവ് ഞാൻ വരാറില്ല, യൂട്യൂബിൽ കാണാറുണ്ട്. പക്ഷെ ഞാൻ ഇതിലെല്ലാത്തിലും ഞാൻ ഇങ്ങനെ കുറച്ച് സമയം കാണും. ഇന്നിപ്പോ എന്തായാലും എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പ്രസിദ്ധമ്മേന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടോന്ന്. ഉം. അപ്പോ സാറിനെ നേരിട്ട് പറയാൻ പറ്റിയിട്ടില്ല. അത് ക്ഷമ ചോദിക്കുന്നു. ഓ, പ്രതീക്ഷിക്കാണ്ടാണ്. ഒരു 200 രൂപയാണെങ്കിലും ഭയങ്കര സന്തോഷമായി എനിക്ക്. അതെ അതെ. 90 നമ്പറിലെ ലാസ്റ്റ് 90. ഒരു കണ്ണ് കാണാത്തൊരു പെൺകുട്ടിയായിരുന്നു പാവം. ഓ, പിന്നെ എനിക്കൊരു കാര്യം സാർ പറയാനുണ്ട്. ഞാൻ ആക്സിഡന്റ് ആയിട്ട് 4ാമത്തെ വർഷമാണിത്. അപ്പൊ എനിക്ക് കാലിന് പിന്നെ ഓട്ടോറിക്ഷയുടെ വീല് കയറിയതായിരുന്നു. അപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഫോൺ ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു നിങ്ങളൊന്ന് നേരിട്ട് വന്നിട്ട് ഒന്ന് സംസാരിക്കും സാറിന്റെ അടുത്ത്. അപ്പൊ അന്ന് പിന്നെ നമ്മുടെ മന്ത്രി മരിച്ച സമയത്ത് അന്നായിരുന്നു. അന്ന് ഞാന് പോയി. പിന്നെ അപ്പം വക്കീലിനെ നേരിട്ടിട്ട് കണ്ടു, സംസാരിച്ചു. അപ്പൊ വക്കീല് പറഞ്ഞു അടുത്ത മാസം ഞാന് അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവര് ക്ലർക്കിനെ വിളിച്ചിട്ട് അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ആ എമൗണ്ട് കിട്ടാൻ സാർ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, പറയണം. കാരണം എന്താ പറയാ, ഞാൻ ഒരുപാട് വിഷമത്തിലാണ്. എല്ലാം മോന്റെ ഒരു സഹമാത്രമാണ് ജീവിച്ചു മുന്നോട്ട് പോണത്. അവനും സുഖമില്ലാത്ത ഒരാളാണ്, കാലിന്റെ മുട്ടിന് പ്രശ്നമായിട്ടൊക്കെ. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യത്തിനും അവനെ സഹായിക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് ഇത് കിട്ടിയാൽ എത്രയും വലിയൊരു ഉപകാരമായിരുന്നു. എന്താണെങ്കിലും ഞാൻ സാറിനെ കാണാൻ പിന്നെ ചിങ്ങമാസം 1-ാം തീയതി അവിടെ വരും. ചിങ്ങമാസം 7-ാം തീയതി എന്റെ ബർത്ത്ഡേ, മകൻ നക്ഷത്രം. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സാറിന്റെ അടുത്ത് പറയാം. താങ്ക് യു സർ, താങ്ക് യു. ഒരുപാട് നന്ദി സർ. ഇൻഷുറൻസ് കിട്ടുന്നത് നമുക്ക് അപ്പൊ പറയാം കേട്ടോ. ശരി സർ, ശരി. അടുത്ത ആരും ഇല്ലല്ലോ, ക്ലാസ് തുടങ്ങാം. ഇനി ആരും കൊണ്ടോ? ഇല്ല. ഓക്കെ, യെസ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും പഠിപ്പിക്കണോ, ടെക്നിക്ക് വേണോ, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ മതിയോ? എന്താണ് അഭിപ്രായം? കാര്യമായ എന്തെങ്കിലും ടെക്നിക്ക് പഠിപ്പിക്കണോ എന്ന്, അല്ല വെറുതെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മതിയോ? പറഞ്ഞു നോക്കിയ ആൾക്കാർ എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു നോക്കിയേ. കാര്യമായ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കണം സാർ, അല്ലാതെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നാൽ മാത്രം മതി. അത് പറയൂ. എന്തായാലും കുറച്ച് പഠിപ്പിക്കണം. അത് കേൾക്കാനല്ലേ സാറേ ഞങ്ങൾ ഇരിക്കുന്നത്. സാർ ആരോടും പറയാത്ത രഹസ്യം പറഞ്ഞു തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാ ചോദിച്ചത്. ആരോടും പറയാത്ത രഹസ്യമായതുകൊണ്ട്, ആരോടും പറയാത്ത രഹസ്യമാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, രഹസ്യമായിട്ട് ഇരുന്നാ പോരെ. സ്റ്റുഡൻസിനോട് ഞങ്ങളോട് പറയുക. അല്ല, അത് അങ്ങനെ പറയുമ്പോ പിന്നെ എല്ലാരോടും ആയില്ലേ ഇത്. ആരോടും പറയാത്ത രഹസ്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും കണ്ണടച്ചിരുന്നോളൂ, ഞാൻ ഇവിടുന്ന് പറയാം. കേട്ടില്ലെന്ന് മാത്രം പറയരുത്. കേട്ടില്ലെന്ന് മാത്രം പറയരുത്. ഞാനിങ്ങനെ ആലോചിച്ചത്, അല്ല ഇങ്ങനെ ആലോചിച്ചാണ് ആരോടും പറയാത്ത രഹസ്യം. നോക്കുക, ക്യാപ്ഷൻ ഇട്ടപ്പോ ആരോടും പറയാത്ത രഹസ്യം നിങ്ങളോട് പറയണെങ്കിൽ അപ്പൊ പിന്നെ എല്ലാരും അറിഞ്ഞില്ലേ, പിന്നെ എല്ലാരും അറിഞ്ഞില്ലേ അത്. പിന്നെ എന്തിരിക്കണേ, നമ്മള് ചാടിക്കേറി വരുന്നത് ആരോടും പറയാത്ത രഹസ്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് വരുന്ന സാധനം ചാടിക്കേറി വരുന്നത് ഓൾറെഡി എല്ലാവരും അറിയുന്നതല്ലേ. മനുഷ്യന്റെ ഒരു കഥ. 144 പേര് മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട. എന്നിട്ട് വേണം എനിക്ക് യൂട്യൂബിൽ നാളെ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കണ്ടേ. ഇവിടെ 144 വല്ലാത്ത വരുമാനം അവിടെ വരണ്ടേ. അപ്പൊ ഇതുപോലെ അല്ല, അതല്ല വരുമാനമല്ല, പാവങ്ങൾ എത്ര എണ്ണം യൂട്യൂബിൽ ഇത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയോ? അവർക്കും കൊടുക്കണ്ടേ, ക്ലാസ്സിൽ ലൈവ് ക്ലാസ്സിൽ വരാൻ പറ്റും. അവർക്ക് രഹസ്യം വേണ്ടേ, അവർക്കും വേണം രഹസ്യം. അവരോടും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി എന്നല്ലേ? അവരോടും രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി. യെസ്, അപ്പൊ ഞാൻ അത് തന്നെ പറയാം. സാർ അവരോടും രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി. അതെ, അതന്നെ പറയാൻ പോയി. ഞാനിപ്പോ അതൊരു കാര്യം ചെയ്യാൻ സംസാരിക്കും, ഞാനോട് പറയാം. നിങ്ങളോട് മാത്രം പറയുന്ന രഹസ്യമാണ്, മറ്റാരോടും ഇതാരും ഇത് അറിയരുത്.
നിങ്ങൾ മാത്രം അറിയുക എന്ന് പറയാം. അപ്പൊ കുഴപ്പമില്ലല്ലോ, അത് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോ നമ്മളിവിടെ എപ്പോഴും ഞാൻ പല കുറി പറയാറുള്ള കാര്യമാണ്, ഹാപ്പിനെസ് മാസ്റ്ററിയിൽ അല്ലെങ്കിൽ ദിനേശ് മുങ്ങത്ത് പ്രത്യേകിച്ച് ഇവിടെ പുതിയതായിട്ട് ലോകത്തില്ലാത്തതായി ഒരു ടെക്നിക്കും പറയുന്നില്ല, ഒരു മാജിക്കും കാണിക്കുന്നില്ല, ഒരു രഹസ്യവും പറയുന്നില്ല, പിന്നെന്താ പറയാ, മന്ത്രമില്ല, ജാലമില്ല, മായാവിദ്യകളൊന്നുമില്ല. ആകെ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇതെല്ലാം ഞാൻ പറയുന്നുള്ളത്. അത് ഒറ്റ വിഷയത്തെ സംബന്ധിച്ച്, അതായത് മൂക്ക് ഇവിടെ ഉണ്ട്, ഇങ്ങനെയും പിടിക്കാം, മൂക്ക് ഇങ്ങനെയും പിടിക്കാം, ഇങ്ങനെയും പിടിക്കാം, പിന്നെ എങ്ങനെ വേണം പിടിക്കാം, പക്ഷെ മൂക്ക് ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇവിടെ മൂക്ക് ഉണ്ട് എങ്കിലും നമ്മൾ പിടിക്കുന്നതിന്റെ വഴികളിലാണ് വ്യത്യാസപ്പെടുന്നത്. ചിലവർ മൂക്ക് കൊണ്ടുപോയി മറ്റാളുടെ കയ്യിൽ കൊടുത്തിട്ട് വരും, പിടിച്ചോ എന്ന് പറയും. അതുപോലെ ആണ് നമ്മൾ എപ്പോഴുള്ളത്. ഞാനിവിടെ പറയുന്ന എല്ലാ തത്വങ്ങളെയും അടിസ്ഥാനം ഒറ്റ കാര്യം മാത്രമാണ്. ഈ ഒരു കാര്യത്തിനകത്ത് മാറ്റം ഉണ്ടാകുമ്പോൾ മാത്രം അവിടെ ലോട്ടറി അടിക്കും, കാലിന്റെ വേദനയും പോവും, കൈയുടെ വേദനയും പോവും, ദേഹവേദനയും പോവും, സ്നേഹിക്കാത്ത ആൾ സ്നേഹിക്കാൻ തുടങ്ങും, തല്ലാൻ വന്ന ആൾ തല്ലാതെ തിരിച്ചു പോകും. പിന്നെന്താ പറയാ, അങ്ങനത്തെ കുറെ കാര്യം. കടം മേടിച്ച ആൾ തിരിച്ചു കൊണ്ടുതരും, കടം കൊടുക്കാനുള്ള ആൾക്കാർ നമുക്ക് കൊടുക്കാൻ പറ്റും, കച്ചവടം ഇല്ലെങ്കിൽ കച്ചവടം ഉണ്ടാക്കാൻ പറ്റും, ഒക്കെ പറ്റുന്ന ഒരൊറ്റ ഒരു കാര്യത്തിന്റെ മാന്ത്രികത കൊണ്ട് മാത്രമാണ്. അതൊരു വിസ്മയകരമായ സാധനത്തെ പറ്റിയിട്ട് മാത്രമാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഈ ഒരേ ഒരു കാര്യത്തെ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ജീവിതം എല്ലാം ശരിയായി വരും. അവിടെ സന്തോഷമുണ്ടാവും, സമാധാനമുണ്ടാവും, സംതൃപ്തി ഉണ്ടാവും, ഐശ്വര്യമുണ്ടാവും, ക്ഷേമമുണ്ടാവും, കഷ്ടമുണ്ടാവും, കുഷ്ടമുണ്ടാവും. എല്ലാം ഈ ഒരൊറ്റ സാധനത്തെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. അതിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും. അതിന്റെ ബേസ് ചെയ്തിട്ട് മാത്രമേ ഇവിടെ സംസാരിക്കാറുള്ളൂ. എല്ലാ കാര്യങ്ങളും ഒറ്റ കാര്യത്തിൽ വേസ്റ്റ് ആണ്, അല്ലാതെ ഇവിടെ വേറെ ഒന്നിനെ പറ്റിയും പറയുന്നില്ല. ആ സാധനത്തിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും പെട്ടെന്ന് ടക് 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 ടൈപ്പ് ചെയ്ത്, എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ. കിട്ടി? യെസ്, ഒറ്റ കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ ഒരേ ഒരു കാര്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരേ ഒരു കാര്യമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ലോട്ടറി അടിക്കുന്നതെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ചിട്ടി അടിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്തിൻ്റെയൊക്കെ പ്രവർത്തനത്തിലൂടെയാണ് ഇത് നടക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ നിങ്ങൾക്കിപ്പോ. ഇതിനെപ്പറ്റി മാത്രമേ ഞാനിവിടെ സംസാരിക്കുന്നുള്ളൂ എന്നുള്ളത് എപ്പോഴും അറിയേണ്ടത്. ഏത് ലോ ഓഫ് അട്രാക്ഷൻ എടുത്താലോ, ജേർണി ടു ഹാപ്പിനെസ് എടുത്തു കഴിഞ്ഞാലോ, മണി മാനിഫെസ്റ്റേഷൻ എടുത്താലോ, മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എടുത്തു കഴിഞ്ഞാലോ, മറ്റെല്ലാത്തിനെയും ഈ ഒറ്റ കാര്യത്തെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ആ കാര്യത്തെ നമുക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റണം. ആ പറ്റുമ്പോൾ മാത്രമാണ് മനസ്സ് എന്ന് പറയുന്ന ആ മാന്ത്രികതയെ, ആ മാന്ത്രികമായ സംഭവത്തെ, ആ വിസ്മയത്തെ എപ്പോഴാണോ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്, അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം സാധ്യമാകുന്നത്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ യൂട്യൂബിൽ കൂടുതലായിട്ട്, ഞാൻ പലവട്ടം പറഞ്ഞതാണിത്, കൂടുതലായിട്ട് ഇതുപോലെ രഹസ്യം അല്ലെങ്കിൽ ആരോടും പറയാത്ത രഹസ്യം, ആരും അറിയരുത് എന്നൊക്കെ പറയുന്ന രഹസ്യം എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം ഇത് അങ്ങനെ പറയുന്നത്? അല്ലേ? ഇതും വീണ്ടും ആ മനസ്സിന്റെ കളികളിലൂടെ ഭാഗം മാത്രമാണ് എന്നറിയുക. നിങ്ങൾക്ക് നമ്മുടെ മനസ്സ് എവിടെയെങ്കിലുമൊക്കെ ആകർഷിക്കപ്പെടണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സംഭവത്തെ മനസ്സിന് കണക്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ മാത്രമേ മനസ്സ്, അതായത് ഒന്നുകൂടി പറയാം, ഏതെങ്കിലും ഒരു നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മൾ അതിന്റെ അടുത്ത തലത്തെ പറ്റിയിട്ടുള്ള ഒരു കാര്യത്തെ കൊണ്ടുപോയിട്ട് ഹുക്ക് എന്നാണ് പറയാ, അതിനെ കണക്ട് ചെയ്താൽ മാത്രമേ മനസ്സ് അതിലേക്ക് ശ്രദ്ധിക്കുകയുള്ളൂ.
അല്ലാതിരുന്ന മനസ്സ് മറ്റൊരു വഴിക്ക് പോകും. ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതുപോലുള്ള രഹസ്യങ്ങൾ രഹസ്യങ്ങൾ നിങ്ങൾ അറിയുമ്പോൾ ഓട്ടോമാറ്റിക്, അതായത് നിങ്ങൾ പഠിക്കുന്നത് ഇതിന്റെ രഹസ്യമാണ്, ഈ മനസ്സിന്റെ രഹസ്യമാണ് നിങ്ങൾ പഠിക്കുന്നത്. ആ മനസ്സിന്റെ രഹസ്യം നിങ്ങൾ പഠിക്കുമ്പോൾ ജീവിതത്തിലെ നിങ്ങൾ അറിയാതെ പോയ പല സത്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ ഈ രഹസ്യത്തിലൂടെ അത് തെളിഞ്ഞു വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. നിങ്ങൾ എവിടെയെങ്കിലും ഒരു സുകാര്യം പറയട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചെവി കൊണ്ടുപോയി കൊടുക്കുമല്ലോ അല്ലേ? എന്താ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഒരാൾ നിങ്ങൾ വിളിച്ചു പറയാണ് ഒരു സുകാര്യം പറയട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നാ പിന്നെ പറ എന്ന് പറഞ്ഞു പോവാറുണ്ടോ? ഇല്ലല്ലോ, ആരും പോവില്ല. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കും, അത് പറഞ്ഞ് കേൾക്കട്ടെ. എന്തുകൊണ്ടാത്? സുകാര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് മറ്റാരും കേൾക്കേണ്ടതാണ്, അത് എനിക്ക് കേൾക്കേണ്ടത്, അതുകൊണ്ട് നമ്മൾ ചെവി കൂർക്കും. ഇത് സ്വാഭാവികമായി നടക്കുന്ന പ്രക്രിയ. അതേപോലെ നമ്മൾ എപ്പോഴും മനസ്സിന് എവിടേക്കാണോ ശ്രദ്ധിക്കപ്പെടുന്നത്, മനസ്സ് ഏതിലേക്കാണോ ശ്രദ്ധ കൊണ്ടുപോകുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. കാരണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെല്ലാം മനസ്സുകൊണ്ട് മാത്രമാണ്. നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ശരീരം കൊണ്ടാണെങ്കിൽ എത്ര പേരുടെ മനസ്സ് ഇവിടെ ഉണ്ടാവും? ഇതാണ് പ്രധാനം അല്ലെ? ആ മനസ്സ് ഇവിടെ ഇല്ലെങ്കിലോ ഞാൻ പറഞ്ഞത് വല്ലതും പിടികിട്ടുമോ? ഒന്നും നിൽക്കില്ല അല്ലെ? ശരീരമുണ്ട്, പക്ഷെ മനസ്സില്ലെങ്കിലോ ഈ പറഞ്ഞതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാവേണ്ട എന്താണ്? ശരീരം ഇവിടെ ഇല്ല. ഇപ്പൊ ഞാൻ അബുദാബിയിൽ നിന്ന് സംസാരിക്കുന്നത്, നിങ്ങൾക്കിപ്പോ എന്നെ എവിടെയാണ് കാണുന്നത്? നിങ്ങളെ കൂടെ നിന്ന് സംസാരിക്കുന്ന പോലെ തോന്നുന്നില്ലേ? അപ്പൊ ശരീരമല്ലല്ലോ എൻ്റെ എവിടെ ഉള്ളത്. എൻ്റെ മനസ്സ് നിങ്ങളുടെ ഓരോ ആളെടുത്തും വന്ന് സംസാരിക്കുന്നത് കൊണ്ടല്ലേ, ഈ ഇരിക്കുന്ന 200 ആൾക്കാരെടുത്തും എൻ്റെ മനസ്സ് കൊണ്ട് ഞാൻ സംസാരിക്കുന്നത് കൊണ്ടല്ലേ ഞാൻ അവിടെ ഉണ്ട് തോന്നുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അബുദാബിയിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു? നിങ്ങളെ വീട്ടിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത് തോന്നുന്നു? ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾ തോന്നുന്നത് എവിടെയാണ്? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. നിങ്ങൾ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. ഞാൻ എവിടെ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഇപ്പോൾ? ഇവിടെ ശരീരം കൊണ്ടിരിക്കുന്നവർ പറയും നിങ്ങൾ അബുദാബിയിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ മനസ്സുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർ പറയും യെസ്, വീട്ടിൽ നിന്നുകൊണ്ട് എൻ്റെ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത് നമുക്ക് തോന്നും. ഇത് മനസ്സിന്റെ കളികളാണ്. ഇത് മനസ്സുകൊണ്ട് മാത്രമാണ്. മനസ്സില്ലാതെ സംസാരിച്ചാലോ, ഞാനിവിടെ ശരീരം വെച്ചിട്ട് മാത്രം സംസാരിച്ചാൽ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും ഇത് നമുക്ക് കണക്ഷൻ ഇല്ല ഈ പറയുന്ന കാര്യം. ഇതാണ് യഥാർത്ഥത്തിൽ മനസ്സിന്റെ തലക്കെട്ടിപ്പറ്റി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഞാൻ ആരോടായിരിക്കും സംസാരിക്കുന്നത് കൂടുതലായിട്ടും? എപ്പോഴാണോ ഞാൻ എന്നോട് സത്യസന്ധമായി സംസാരിക്കുന്നത്, അപ്പോൾ മാത്രമാണ് നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരേ ഒരു സത്യം മാത്രമേ ഉള്ളൂ, അഹം ബ്രഹ്മാസ്മി, അല്ലെങ്കിൽ തത്വമസി എന്ന് പറയുന്ന സത്യം. അതാണ് നിങ്ങളിലും എന്നിലും കുടികൊള്ളുന്നത്. ഒരേ സത്യമാകുമ്പോൾ അതിലൊരു വ്യത്യാസവും ഇല്ല എങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളിൽ തന്നെ എത്തും. നിങ്ങൾക്കുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം എനിക്കും അനുഭവിച്ചറിയാൻ പറ്റും. ഇത് ഞാനൊന്ന് കണക്ഷൻ ചെയ്ത് തന്നാൽ മാത്രം മതി. ഈ രണ്ടും തമ്മിൽ ഒരു കണക്ഷൻ ആക്കി തന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്നോടും എനിക്ക് നിങ്ങളോടുമുള്ള ആ ഒരു പാലം കൃത്യമായി തന്നാൽ പിന്നെ നമ്മൾ തമ്മിൽ വ്യത്യാസമില്ല. അതില്ലാതിരിക്കുമ്പോൾ മാത്രമാണ് എൻ്റെ മനസ്സ് ഒന്നും നിങ്ങളുടെ മനസ്സ് മറ്റൊന്നുമായി മാറുമ്പോൾ നമ്മൾ തമ്മിൽ കണക്ഷൻ സംഭവിക്കില്ല. എൻ്റെ മനസ്സ് നിങ്ങളുടെ മനസ്സ് ഒന്നായി മാറുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളെ കൃത്യമായി മനസ്സിൽ തന്നെ എത്തും. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു സത്യം മനസ്സിലാക്കേണ്ടത്. ഇതാണ് ജീവിതത്തിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു. നമുക്കൊരാളോട് നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെ, വീട്ടിൽ പല ആൾക്കാരുണ്ട്. എത്രത്തോളം അവരോട് നിങ്ങൾ ശാരീരികമായിട്ടും ചിലപ്പോൾ അടുക്കുന്നുണ്ടാവും. മാനസികമായിട്ട് അടുപ്പമില്ലായ്മയല്ലേ നമ്മുടെ അകൽച്ച എന്ന് പറയുന്നത്? ശാരീരികമായ അകൽച്ചയാണോ നമുക്ക് ആൾക്കാരിൽ ഉണ്ടാവുന്നത്? മാനസികമായ അകൽച്ചയാണോ? ഉത്തരം പറഞ്ഞു നോക്കിയേ. നിങ്ങൾക്ക് ആൾക്കാരോട് അകൽച്ച, നിങ്ങൾക്ക് ആൾക്കാരോടുള്ള ശാരീരികമായ അകൽച്ചയാണോ നിങ്ങളെ എന്താ പറയാ, നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടാക്കുന്നത്? അല്ല, മാനസികമായ അകൽച്ചയാണോ ഉണ്ടാക്കുന്നത്? ശാരീരികമായേക്കാളും മാനസികമായ അകൽച്ചയാണല്ലേ നമ്മുടെ പ്രശ്നം. ശാരീരികമായിട്ട് അടുത്തുണ്ടായിട്ടും കാലങ്ങളുടെ മാനസിക അകൽച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു അർത്ഥമില്ല. അപ്പൊ നമുക്ക് ആകെ ഉണ്ടായിരിക്കേണ്ട പ്രധാനമായ കാര്യം മാനസികമായ മാറ്റമാണ്, മനസ്സിന്റെ മാറ്റം മാത്രമാണ് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും സമയം ഉപയോഗിച്ചത്. അപ്പൊ മനസ്സിനെ
പാകപ്പെടുത്തുന്നതിലൂടെ. മനസ്സിനെ പാകപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആദ്യം ആ സാധനത്തെ അറിയുക. ആ അറിയുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് മനസ്സൊരു വിസ്മയം എന്ന് പേര് തന്നെ ഇട്ടത് ഞാൻ ആ പുസ്തകത്തിന്. കാരണം അത് മനസ്സിനെ അറിയുക. അതിനകത്ത് ഈ പറയുന്ന ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളും പ്രതിപാദിച്ച ഒരു പുസ്തകം തന്നെയാണ്. വളരെ ചുരുങ്ങിയതാണെങ്കിലും എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊടുത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മാനസികമായ അകൽച്ചയും മാനസിക അടുപ്പവുമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അത് ഇപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്ന രഹസ്യം എന്തിനെ പറ്റിയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ആരെ പറ്റിയിട്ടുള്ള രഹസ്യമാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത് ഒന്ന് പറയാൻ പറ്റുമോ? ഇത്രയും ഞാൻ പറഞ്ഞപ്പോ ആരെ പറ്റിയിട്ടുള്ള രഹസ്യമാണ് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു തരുന്നത്? എന്നെ പറ്റിയിട്ടുള്ള രഹസ്യം പറഞ്ഞു തരട്ടെ? ഇതല്ലേ അല്ലേ? അവനവന്റെ മനസ്സിനെ പറ്റിയിട്ടുള്ള രഹസ്യമാണ് പറഞ്ഞു തരണ്ടേ അല്ലേ? അവനവനെ പറ്റിയിട്ടുള്ള രഹസ്യം. അവനവന്റെ മനസ്സെന്ന് പറഞ്ഞാൽ അവനവൻ തന്നെയാണ് അല്ലെ? അവനവനെ പറ്റിയിട്ടുള്ള രഹസ്യം അറിഞ്ഞാൽ ആരോടും പറയാൻ പാടില്ലല്ലോ ഈ രഹസ്യം. ഈ രഹസ്യം നിങ്ങൾ ആരോടും പറയോ? നിങ്ങളെ പറ്റിയിട്ടുള്ള രഹസ്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ ആരോടും പറയോ? ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ ഉപയോഗിച്ച ക്യാപ്ഷന്റെ എന്താണ് അർത്ഥമെന്ന്? നിങ്ങൾ എന്താണോ ചിന്തിച്ചത് അതല്ല ഞാൻ ആലോചിച്ചതെന്ന് മനസ്സിലായല്ലോ. നിങ്ങളെ പറ്റിയിട്ടുള്ള രഹസ്യം നിങ്ങളോടല്ലേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. മറ്റാരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? എന്റെ രഹസ്യം കുമാർ സാറിനോ അല്ലെങ്കിൽ ശാന്തമ്മക്കോ അറിഞ്ഞിട്ട് കാര്യമുണ്ടോ? ശാന്തമ്മയുടെ രഹസ്യം മറ്റൊരാളോട് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഏറ്റവും സത്യസന്ധമായ നമ്മുടെ രഹസ്യത്തെ പറ്റി തന്നെയാണ്. നമ്മുടെ മനസ്സിന്റെ ഒരു രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റാരോടും പറയേണ്ട ആവശ്യമില്ല. മറ്റാർക്കും അത് അറിയാനും ആഗ്രഹമില്ല. അപ്പോൾ ഇപ്പോഴെന്റെ യൂട്യൂബ് വീഡിയോ കാണുന്നവരോടുള്ള ഒറ്റ ചോദ്യമാണ്, നിങ്ങൾക്ക് ആരുടെയും രഹസ്യം അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ രഹസ്യം മാത്രം അറിയുകയാണെങ്കിൽ മീ എന്ന് ടൈപ്പ് ചെയ്തോളൂ. മറ്റുള്ളവരുടെ രഹസ്യം കൂടി അറിയാനുണ്ടെങ്കിൽ ഐ എന്ന് ടൈപ്പ് ചെയ്തോളൂ. രണ്ടും മാറ്റി ടൈപ്പ് ചെയ്യണം. മീ ആണോ ഐ ആണോ? ഐ ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെയൊക്കെ അറിയണം. നിങ്ങളുടെ രഹസ്യം അറിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരാണ്. നിങ്ങളുടെ രഹസ്യം മാത്രം അറിഞ്ഞാൽ മതിയല്ലോ അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അറിയേണ്ടത് അവനവന്റെ രഹസ്യം മാത്രമാണ്, മറ്റുള്ളവരുടെ രഹസ്യം. എങ്കിൽ അവനവന്റെ രഹസ്യം അറിയാനാണെങ്കിൽ ആദ്യം നിങ്ങൾ എവിടെ പോയിട്ടാണ് നോക്കേണ്ടത്? നിങ്ങളെ ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്ഥലം എവിടെയാണ്? ടൈപ്പ് ചെയ്തോളൂ. നിങ്ങളെ ആദ്യം ശരിക്കും നിങ്ങളെ കാണാൻ നിങ്ങൾ എവിടെ പോകണം? അവിടെ ചെന്നാൽ എന്ത് കിട്ടും? അവിടെ ചെന്നാൽ എന്ത് കാണാൻ പറ്റുന്നത്? എല്ലാവർക്കും അറിയാലോ അല്ലെ? എല്ലാവരും ഉണ്ട്. ശരിക്കും ഇപ്പോ കുറെയൊക്കെ ക്ലാസ്സിൽ വന്നതിന് ശേഷം അല്ലെ, ഇതിനു മുമ്പ് ഈ സംഭവം ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്ത ആ സാധനം ഈ രീതിയിൽ ഇപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിന് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലേ? ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഇതിനു മുമ്പ്? നിങ്ങളും ഉണ്ടായിരുന്നു, ആ സാധനം ഉണ്ടായിരുന്നു അല്ലെ? കണ്ണാടി എന്ന് പറയുന്ന ആ സംഭവം നിങ്ങൾ ഇതിനു മുമ്പും അവിടെ ഉണ്ടായിരുന്നു, നിങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴെന്തോ ആ കണ്ണാടി കാണുമ്പോൾ മറ്റെന്തോ തോന്നാറില്ലേ? ഒരവസ്ഥ തോന്നാറില്ലേ? കണ്ണാടിന് മുമ്പിൽ പോയി നിൽക്കുമ്പോഴേ നിങ്ങൾ വേറെ എവിടെയോ ആരുടെയോ മുമ്പിൽ ഇരിക്കുന്ന പോലെ നിൽക്കുന്ന പോലെ തോന്നാറില്ലേ? ഇതെവിടെ നിന്ന് സംഭവിച്ചു? നമ്മൾ കണ്ണാടിന് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ മറ്റൊരു രൂപത്തിലേക്ക്, പണ്ടത്തെ നമ്മളിൽ നിന്ന് മാറി പുതിയൊരാളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാ? എന്തുണ്ടായത് കൊണ്ടാണ്? നിങ്ങൾക്ക് പറഞ്ഞു വന്നേ. കണ്ണാടിയിൽ പോയി നിൽക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് സൗന്ദര്യമുണ്ട്, അല്ലെങ്കിൽ പണ്ടത്തെ ആളല്ല ഞാൻ എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായത് നമ്മളിൽ ഒരു സാധനം ഇപ്പോൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. അത് ഉണ്ടായിരുന്നു, തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. ആ സാധനത്തിന് പേരാണ് അവനവനെ സ്നേഹിക്കുക. സെൽഫ് ലവ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ നിങ്ങൾക്കുണ്ടായി അല്ലെ? ഈ തിരിച്ചറിവ്, സെൽഫ് ലവിന്റെ തിരിച്ചറിവ് വരുമ്പോൾ ഈ രഹസ്യം മറ്റാരോടും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള രഹസ്യം നിങ്ങൾ മറ്റാരോടും പറഞ്ഞാൽ അവരെന്ത് പറയും? ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ എന്നെ സ്നേഹിക്കുന്നു. നേരത്തെ ഒരാള് നമ്മുടെ രാവിലത്തെ ക്ലാസ്സിൽ ടൈപ്പ് ചെയ്ത ഒരു കാര്യമാണ്. സാറേ, ആരാണെന്ന് പേര് എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ
പറഞ്ഞ കാര്യമാണ് സാറേ. സെൽഫ് ഐ ലവ് മൈസെൽഫ് എന്ന് മെഡിറ്റേഷൻ സമയത്ത് ഞാൻ അറിയാതെ പറഞ്ഞു പോയ കാര്യമാണ്. സാറ് പറയുമ്പോൾ അറിയാതെ പറഞ്ഞു പോയി ഐ ലവ് മൈസെൽഫ്. അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു, എന്നിലെ മാറ്റം അവിടുന്ന് തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് അവിടെ വെച്ചാണ്. അറിയാതെ പറഞ്ഞത് പോയതാണ്, പക്ഷെ അത് ഇത്രയും എഫക്റ്റ് ആവുമെന്ന് മനസ്സിലായില്ല. അപ്പോൾ സെൽഫ് ലവ്, അവനവനെ അറിയുന്ന രഹസ്യം മറ്റാരോടും പറയണ്ടല്ലോ, നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ. ഇതേ രഹസ്യം ഞാൻ മറ്റൊരാളോട് പോയി പറഞ്ഞ ആൾക്കാരെന്ത് പറയും? ഭർത്താവിനോട് പറയാണ്, നിങ്ങൾ ആരെ എനിക്ക്, അല്ലെങ്കിൽ ഭാര്യയോട് പറയണം ഞാൻ എന്നെയാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ വിഷയം തുടങ്ങൂലേ? അപ്പൊ ആരോടും പറയാൻ പറ്റുമോ? അപ്പൊ ഇതാരോടും പറയണ്ട, പക്ഷെ നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇത് ചോദിച്ചാൽ ആദ്യം നമ്മുടെ പുസ്തകത്തിൽ തന്നെ ആദ്യം പറയുന്ന കാര്യമുണ്ട്. അംബികാസുധൻ മാങ്ങാട് മഹാകവി ജിയുടെ കാര്യത്തെ പറ്റി എഴുതിയ ആദ്യത്തെ വാക്കാണ്, ആരെയാണ് ഏറെ ഇഷ്ടം? നിങ്ങൾക്ക് ആരെയാണ് ഏറെ ഇഷ്ടം? ഇപ്പോൾ യൂട്യൂബ് വീഡിയോ കാണുന്ന അല്ലെങ്കിൽ പുതിയ ഇവിടെ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരോടും വീണ്ടുമുള്ള ചോദ്യമാണ്. ഉത്തരം താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ആരെയാണ് ഏറെ ഇഷ്ടം? ക്ലാസ്സിൽ വരുന്നവരെല്ലാം ഒറ്റ ഉത്തരം പറയുള്ളൂ എന്ന് എനിക്കറിയാം. ക്ലാസ്സിൽ വരാത്ത യൂട്യൂബൊക്കെ പുതിയ കാണുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം, ആരെയാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം? എൻ്റെ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ആൾക്കാർ പറയുന്നു, സാറേ ആരെയാണ് ഏറെ ഇഷ്ടം? എൻ്റെ അമ്മയെ, എൻ്റെ അച്ഛനെ, എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ മക്കളെ. ഭാര്യയും ഭർത്താവിനും പറയുന്നവർ പൊതുവെ കുറവാണ്, കുറച്ചും കൂടി ഒരു ഷെയിം ആയതുകൊണ്ട് പറയില്ല. ആദ്യം പറയും എൻ്റെ മക്കളെ, മക്കളില്ലെങ്കിൽ ഞാനില്ല സാറേ എന്ന് പറയുന്ന എത്രയോ പാരൻസുകളുണ്ട്. മക്കൾ പറയും അമ്മയെ, അച്ഛനെ, അല്ലേ? ഇപ്പോഴോ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മാറിപ്പോയി, അല്ലേ? വീണ്ടും പറയും. അപ്പോൾ നിങ്ങൾ പറയും, അപ്പോൾ പലപ്പോഴും അത് സെൽഫിഷസ് അല്ലേ, എന്നെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു സെൽഫിഷസ് അല്ലേ എന്ന് പറയും. ആണോ? കാരണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഞാനില്ലെങ്കിൽ എൻ്റെ മക്കളുണ്ടോ? ഞാനില്ലെങ്കിൽ എൻ്റെ ഭാര്യയുണ്ടോ? ഞാനില്ലെങ്കിൽ എൻ്റെ അച്ഛനുണ്ടോ, എൻ്റെ അമ്മയുണ്ടോ? ഞാനില്ലെങ്കിൽ എൻ്റെ കുടുംബമുണ്ടോ? ഞാനില്ലെങ്കിൽ എൻ്റെ സമ്പാദ്യമുണ്ടോ? ഞാനില്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഉണ്ടോ? ഞാനില്ലെങ്കിൽ എൻ്റെ സ്വത്തുണ്ടോ? ഞാനില്ലെങ്കിൽ എൻ്റെ ആരോഗ്യമുണ്ടോ? അപ്പോൾ എന്താണ് അവിടെ ആവശ്യമുള്ളത്? ഞാനാണ് അവിടെ ആവശ്യമുള്ളത്, അല്ലേ? അപ്പൊ ഞാനില്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടോ? ഞാനില്ല എങ്കിൽ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ഉണ്ട്, പക്ഷെ എൻ്റെ ഭാര്യയില്ല. ഞാനില്ലെങ്കിൽ എൻ്റെ മക്കളെന്ന് ആ വ്യക്തികൾ അവിടെ ഉണ്ട്, പക്ഷെ എൻ്റെ മക്കളില്ല. എന്തുകൊണ്ടാ? അവിടെ എൻ്റെ എന്ന് പറയണമെങ്കിൽ ഞാൻ ഉണ്ടാവണം ആദ്യം. ഈ ഞാൻ ഇല്ലാത്തിടത്തോളം കാലം ഇതൊന്നും സംഭവമാവില്ല. അപ്പോൾ എന്നെ അറിയില്ല, ഞാൻ എന്നെ ഉൾക്കൊള്ളുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല എങ്കിൽ ഞാൻ ഇല്ലല്ലോ പിന്നെ ഇവിടെ. ആ ഞാൻ ഇല്ലാതിരിക്കുമ്പോൾ പിന്നെ ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്കെല്ലാം എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഞാനല്ലേ ഏറ്റവും ആദ്യം. ഈ വീഡിയോ കാണുന്ന നിങ്ങളെ എൻ്റെ യൂട്യൂബ് വ്യൂസ് പുതിയതായിട്ട് ആൾക്കാർ വീഡിയോ കാണുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇതെന്താ ഈ പറയുന്ന മനുഷ്യൻ, ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇത്ര അഹങ്കാരമോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ദയവായി ചിന്തിക്കുക, ഇത് അഹങ്കാരം തന്നെയാണ്. കാരണം എന്നല്ലോ, സത്യത്തിന് ചിലപ്പോൾ അഹങ്കാരം എന്നൊക്കെ മറ്റുള്ളവർ വിളിച്ചു പോകും, അതുകൊണ്ട് മാത്രമാണ്. അതെ, കറക്റ്റ്. ഞാനില്ലെങ്കിൽ ലോകമില്ല എന്ന് അത് തന്നെ. അത് മനസ്സിലാക്കാതെ ഇതെന്ത്, അപ്പോ നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ടായിരിക്കും നമ്മളുടെ ഈ കോളേജായ കോളേജും സ്കൂളായ സ്കൂളുകളിലും ഒന്നും അവനവനെ സ്നേഹിക്കാൻ പഠിപ്പിക്കാതിരുന്നത്? ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ, ഏതെങ്കിലും ഒരു മതത്തിൽ, ഏതെങ്കിലും ഒരു സംഹിതയിൽ, ഏതെങ്കിലും ഒരു നിയമത്തിൽ അവനവനെ സ്നേഹിക്കുക എന്ന് എഴുതി വെക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇതൊരു റിലവന്റ് ക്വസ്റ്റ്യൻ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എവിടെയും പറഞ്ഞിട്ടുണ്ടോ യു ലവ് യുവർ സെൽഫ് എന്നുള്ള വാക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അത്? ഇത്രയും സത്യമായ കാര്യത്തെ എന്തുകൊണ്ടായിരിക്കും? അല്ലേ? ക്വസ്റ്റ്യൻ അവിടെ ബാക്കി വെക്കുന്നു. ജസ്റ്റ് ഞാൻ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു, ഉത്തരം നിങ്ങൾ തേടി കണ്ടുപിടിക്കുക, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യാത്തത്. ഇനി നമുക്ക് തിരിച്ച് മനസ്സിലേക്ക് തന്നെ പോകാം, അല്ലെ? മനസ്സിന്റെ മാന്ത്രികതയിലേക്ക്, അല്ലേ? അതെ. ഈ ഇവിടെ പറയാൻ വന്ന കാര്യം
രഹസ്യം എന്താണ്? നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വളരെ കൃത്യമായി മനസ്സിലാക്കുക. സെൽഫ് ലവ് നിങ്ങൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് ഓരോ ദിവസവും ഓരോ രീതിയിലും ആൾക്കാർ എടുക്കേണ്ട ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് സെൽഫ് ലവിന് വേണ്ടി നിങ്ങൾ പ്രാക്ടീസ്, അവനവന് ചെയ്യാനായിട്ട്, അവനവന് ഇഷ്ടപ്പെടാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതും ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങൾ എന്താണ്? നിങ്ങളായിട്ടൊന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. എല്ലാ ദിവസവും നമ്മൾക്ക് നമ്മളെ സ്നേഹിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ആൾക്കും വ്യത്യസ്തമായിരിക്കും. പക്ഷെ എന്തൊക്കെയാണ് നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങളും നമ്മളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എന്നറിയാമോ? ഈ സെൽഫ് ലവ് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയാം. ആത്മസ്നേഹം എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് നമുക്ക് ഉണ്ടാവാൻ പറ്റുക? എന്താണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടത്? ടൈപ്പ് ചെയ്തോളൂ. നിങ്ങളിപ്പോ പ്രാക്ടീസ് ചെയ്യുന്ന രീതികളൊന്ന് നോക്കാം നമുക്ക്. എല്ലാവരും എന്നിട്ട് പറ്റി നല്ല രീതിയിൽ ഒതുങ്ങി നടക്കണം. അവനവനോട് തന്നെ എന്താണ് കണ്ണാടിയിൽ നോക്കി നമ്മൾ സംസാരിക്കുക? യെസ്, അതൊരു വളരെ റിലവന്റ് അല്ലേ? നമ്മളോട് സംസാരിക്കാറുണ്ട് നമ്മളല്ലേ? നമ്മളെല്ലാവരും സംസാരിക്കാറുണ്ട്. ഇന്നലെ വരെ നിങ്ങൾ ഇവിടെ ഇന്നലെ വരെ നമ്മൾ നമ്മോട് സംസാരിച്ചിരുന്നു. എന്താണെന്നറിയോ? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എന്ത് ചെയ്താലും വിഷയമാണ്, എവിടെ പോയാലും വിഷയമാണ്, എന്റെ ജീവിതം മാത്രം എന്താണ് ഇങ്ങനെ, ഞാൻ മാത്രം എന്തേ ഇങ്ങനെ ആയിപ്പോ, എന്റെ പല്ല് മാത്രം എന്താണ് ഇങ്ങനെ കിടക്കുന്നത്, എന്റെ മുടി മാത്രം എന്താണ് ഇങ്ങനെ. നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മുടെ സെൽഫ് ടോക്ക് ഉണ്ടായിരുന്നു. നമ്മളോട് സംസാരിച്ചില്ലേ? പരിതപിച്ചിരുന്നു. രാത്രി ഓരോ ദിവസം കിടക്കാൻ പോകുമ്പോ ജീവിതം മതിയായി എന്ന് പറഞ്ഞവരില്ലേ? എങ്ങനെയും ഒന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടാ മതി എന്ന് പറഞ്ഞവരില്ലേ? ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും മനസ്സിലാവുന്നു. ഇപ്പോഴും യൂട്യൂബിൽ കാണുന്നവരോട് എത്ര നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് സെൽഫ് ടോക്ക് തന്നെയാണ് അല്ലേ? സെൽഫ് ടോക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് എന്താണ് നമ്മളോട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം നമ്മൾ സംതൃപ്തി എന്ന് പറയുന്നത് സംതൃപ്തി ആകുന്നത് എപ്പോഴാണ്? നമ്മൾ ചെയ്ത ഒരു പ്രവർത്തനത്തെ, ഇപ്പൊ ഞാൻ ചെയ്ത ഈ വീഡിയോന്റെ സംതൃപ്തി എനിക്ക് കിട്ടുന്നത് നിങ്ങൾ നൽകുന്ന കമന്റുകളിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൽ എനിക്ക് സംതൃപ്തി ലഭിക്കണമെങ്കിൽ നിങ്ങൾ പറയുന്ന കമന്റ് കേട്ടിട്ട് വേണമെങ്കിൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾ ഞാൻ തന്നെ എൻജോയ് ചെയ്യുമ്പോഴല്ലേ എനിക്ക് എന്നിൽ സ്നേഹമുണ്ടാവുക? അതായത് ഞാൻ എന്നോട് തന്നെ കാണിക്കുന്ന ഏറ്റവും വലിയ കരുണയല്ലേ ഞാൻ എൻ്റെ വാക്ക് തന്നെ ആസ്വദിക്കുക, എന്നെ സ്വയം പ്രശംസിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ മറ്റൊരാൾ പ്രശംസിക്കുന്നതാണോ ഏറ്റവും എനിക്ക് ഗുണകരമായ കാര്യം, അല്ല ഞാൻ എന്നെ പ്രശംസിക്കുന്നതാണോ എന്ന് തിരിച്ചറിയുക. അവനവനെ പ്രശംസിക്കുക എന്ന് പറയുന്നതാണ് സെൽഫ് ലവിന്റെ ഒന്നാമത്തെ കാര്യം. കണ്ണാടിയിൽ പോയി നോക്കിയിട്ട് നിങ്ങളുടെ പ്രശംസിക്കുക. എന്താണ്? ഇന്ന് ചെയ്ത കാര്യങ്ങള് നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെ. കൾട്ടിവേറ്റ് സെൽഫ് കമ്പാഷൻ എന്ന് പറയും. ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെ. നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആരാണെന്ന് അറിയാവോ നിങ്ങൾക്ക്? എത്ര പേർക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്തിടാൻ പറ്റും താഴെ കമന്റിൽ? ഞാനൊന്ന് സ്ലോ ആയിട്ടാണ് ക്ലാസ് പോകുന്നത്, കാരണം ഇത് അത്രയും രസമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ്. നിങ്ങൾ പേര് ടൈപ്പ് ചെയ്തിടണേ. നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്തിടണേ കേട്ടോ. എല്ലാവരും യൂട്യൂബ് വീഡിയോ കാണുന്നവരെല്ലാവരും നിങ്ങളുടെ ഏറ്റവും അടുത്ത ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും സ്നേഹിക്കുന്ന ഒരു ഫ്രണ്ടിന്റെ പേര്. എന്റെ പേരൊന്നും ആരും എഴുതി ഇട്ടേക്കല്ല കേട്ടോ, എനിക്ക് സമയമില്ല അല്ലേ? കാരണം എനിക്ക് എന്നെ സ്നേഹിച്ച് തീർന്നിട്ടില്ല. പിന്നെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ എങ്ങനെയാ? യെസ്,
ഇതൊന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ മാത്രമേ നമ്മളെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്താറുള്ളൂ. നമ്മൾ മാത്രമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനും പറ്റിയ ഒരാൾ. ആ ആളെ ഇത്രയും കാലം സ്വന്തമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ആരെയാണോ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്, അതേ ആളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മളെ കരുണയാണ്, നമ്മുടെ കമ്പാഷനാണ്. അവനവനോട് വേണ്ട കമ്പാഷൻ നമുക്ക് ഉണ്ടായിരിക്കണമെന്നാണ് സെൽഫ് ലവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുക. അവനവനോടുള്ള ആത്മസംതൃപ്തി. എന്താ പറയാ നമ്മളതിന് വാക്ക് മലയാളത്തിൽ സ്വയം ദയ കാണിക്കുക എന്ന് പറയും. ഒരു ഫ്രണ്ടിനോട്, ഏറ്റവും അടുത്ത ഫ്രണ്ടിനോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ സംസാരിക്കാൻ പറ്റുക. ഉള്ളിലെ സംഭാഷണങ്ങൾ, നിങ്ങളോട് പറയുന്ന സംഭാഷണങ്ങളിൽ ശ്രദ്ധിക്കുക. ഒരു സുഹൃത്തിനോട് പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോടും പറയാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മളത് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത രഹസ്യം നമ്മളോട് പറയേണ്ട ആവശ്യമുണ്ടോ? പറയാനും പാടില്ല എന്നുള്ളതാണ്. കാരണം വിമർശനങ്ങളെ ഒഴിവാക്കി ദയോടെയും സ്നേഹത്തോടെയും കൂടി സംസാരിക്കുക എന്ന്. ഞാൻ പണ്ട് ചെറുപ്പകാലത്ത് ഇങ്ങനെ സ്കൂളൊക്കെ വിട്ടിട്ട് വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കും എന്നോട് തന്നെ. അപ്പൊ ആൾക്കാർ പറയും ഇവനെ ചെറിയ ഇറുക്കാന്ന് പറയും അല്ലേ, നമ്മൾ പറയില്ല, നമ്മളോട് സംസാരിച്ച ആൾക്കാർ. അപ്പൊ ഞാൻ ആലോചിച്ചു ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇപ്പോഴും എൻജോയ് ചെയ്യുന്നേ. ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്, ആ ഒരു അരമണിക്കൂർ നേരം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നടക്കുന്ന അരമണിക്കൂർ ജീവിതം ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടില്ല. എന്താ അറിയോ, എന്റെ എല്ലാ ഭാവനകളൊക്കെ വട്ടാണെന്നൊക്കെ പറയും ആൾക്കാര്. അത് ഇതാണല്ലോ സമൂഹം, അങ്ങനെയാണല്ലോ. പക്ഷെ ഞാൻ അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നത്. പക്ഷെ ഞാൻ എന്റെ ഭാവനകൾ ഇങ്ങനെ പറഞ്ഞു, കഥകൾ എഴുതും, കവിതകൾ പറയും. ഇതൊക്കെ ആ നടക്കുന്ന സമയത്താണ്. ഇന്നിപ്പോ ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് ആലോചിക്കാം, ഒരു അരമണിക്കൂർ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എന്നോട് സംസാരിക്കാനായിട്ട്, വെറുതെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുക. അതുപോലെ അത്രയും നല്ല ഫ്രണ്ട്, എല്ലാ രഹസ്യങ്ങളും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കോളേജ് ലൈഫെല്ലാം കഴിഞ്ഞ് ഈ ജോലിയിലേക്ക് വന്നപ്പോഴാണ്, ജോലിയിലെ പ്രഷർ കൊണ്ട് പിന്നെ കുറെ വിമർശനങ്ങൾ നമ്മളോട് തന്നെ നടത്താൻ തുടങ്ങി. ആ വിമർശനങ്ങൾ വരുന്ന സമയത്താണ് ജീവിതം കൈവിട്ടു പോയി തുടങ്ങി. പിന്നെ വീണ്ടും തുടങ്ങി നമ്മൾ അതേപോലെ ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കും, സെൽഫി ക്യാമറ എടുക്കും. ഇപ്പൊ സംസാരിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ ആക്ച്വലി നിങ്ങളെ ആരെയും ഞാൻ കാണുന്നില്ല ഈ സംസാരിക്കുമ്പോൾ. എനിക്ക് ഒരാളെ കാണാനുള്ളൂ, ആ ആളോട് തന്നെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം. നിങ്ങൾ ഇത് കേൾക്കുന്നു എന്നേ ഉള്ളൂ, പക്ഷെ ഞാൻ കാണുന്നത് എന്നെ തന്നെ. ഇപ്പൊ എന്റെ ക്യാമറ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്ക് എന്നെ ഫുള്ളായിട്ട് എന്നെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങളെ കുറച്ച് ആൾക്കാർ, 4-5 പേരെ കാണാൻ പറ്റും, ബാക്കിയെല്ലാം എന്നെ തന്നെയാണ് കാണുന്നത്. അപ്പൊ ഞാനീ പറയുന്നതല്ല എന്നോട് തന്നെയാണ്. അപ്പൊ സ്വയം ഒന്ന് സ്നേഹിക്കുക അവനെ തന്നെ ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, അപ്പൊ ഒരു സുഹൃത്ത് സ്വയം ദയ കാണിക്കുക. അത് വളരെ കരുണയോടുകൂടി നമ്മളോട് പെരുമാറുക. ആ കരുണയോട് പെരുമാറുക വെച്ചാൽ നമ്മൾ നമ്മുടെ ശരീരമായാലും മനസ്സായാലും ഓരോ വാക്കുകളും ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നത് മാത്രം തിരിച്ച് മനസ്സിലാക്കുക. എന്തും പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തല്ല നിങ്ങളുടെ കൂടെ ഉള്ളത് എന്ന് പറയുക. മനസ്സിലാക്കുക, ആ സുഹൃത്തിനോട് നല്ലത് മാത്രം പറയുക. കാരണം എന്താ, നല്ലത് മാത്രമാണ് നിങ്ങൾ കാക്ഷിക്കുന്നതെങ്കിൽ നല്ലത് മാത്രം പറയുക. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മറന്നുപോകുന്ന കാര്യമാണ് സ്വയം ക്ഷമിക്കുക എന്ന് പറയുന്നത്. പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ചെയ്ത തെറ്റുകൾ, നമ്മളുടെ കയ്യിൽ വന്ന തെറ്റുകളെ ക്ഷമിക്കാനും അംഗീകരിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇത് സാധിക്കാത്ത നമ്മൾ മറ്റുള്ളവരെ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപിടിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? യെസ്. ഇതുകൊണ്ട് തന്നെയാണ് ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അതിന്റെ തത്വം ഇത് തന്നെയാണ്. അവിടെ നമുക്ക് തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അവനവനെ കാണുക. അതിൽ കൂടുതൽ അപ്പുറത്ത് ഈ ലോകത്ത് ഒന്നുമില്ല. നിന്നിലില്ലാത്തതൊന്നും പ്രപഞ്ചത്തിൽ എവിടെയുമില്ല. നിന്നിൽ എന്തുണ്ടോ അത് പ്രപഞ്ചത്തിൽ മുഴുവനുണ്ട്. നിന്നിൽ ചൈതന്യമുണ്ടോ പ്രപഞ്ചത്തിൽ മുഴുവൻ ചൈതന്യമുണ്ട്. നിന്നിൽ കളങ്കമുണ്ടോ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ കളങ്കമുണ്ട്. നിന്നിൽ മാലിന്യമുണ്ടോ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ മാലിന്യമുണ്ട്. അപ്പോൾ ലോകത്തെ മാറാൻ അല്ലെ പറയാറുണ്ടല്ലോ, ലോകത്തെ നന്നാക്കാൻ ഇറങ്ങുന്നവൻ ആദ്യം ചെയ്യേണ്ടത് അവനവൻ നന്നാവുക എന്ന് മാത്രമാണ്. അവനവനെ നന്നാക്കിയാൽ ലോകം ഓട്ടോമാറ്റിക്കായി നന്നായിക്കൊള്ളും എന്ന് പറയും. അപ്പൊ അവനവനെ നന്നാക്കാനായിട്ട് ക്ഷമിക്കാൻ, അവനവനോട് ക്ഷമിക്കാൻ സാധിക്കാത്തവനോട് ഈ ലോകത്താരും അവനോട് ക്ഷമിക്കില്ല. നിനക്ക് നിന്നോട് ക്ഷമിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഈ ലോകം നിന്നോട് ക്ഷമിക്കും. നിന്നോട് ക്ഷമിക്കാനും ദയ കാണിക്കാനും സാധിക്കുന്നില്ലെങ്കിൽ ലോകവും നിന്നോട് ദയയും കാണിക്കില്ല, ക്ഷമയും കാണിക്കില്ല. നിന്നിൽ നീ കുറ്റബോധം കണ്ടെത്തി കഴിഞ്ഞാൽ ലോകത്തിൽ മുഴുവൻ നിന്നിൽ കുറ്റം കണ്ടെത്താൻ സാധിക്കും. നിന്നിൽ കുറ്റബോധം ഇല്ലാതിരുന്നാൽ, നിങ്ങളിൽ കുറ്റബോധം ഒഴിവാക്കപ്പെട്ടാൽ
ലോകത്തിൽ ഒരിക്കലും എവിടെയും കുറ്റബോധം നിന്നെ തേടി വരികയുമില്ല എന്ന് മനസ്സിലാക്കുക. ഈ പ്രപഞ്ചം, അതെ ശരിയാണ് ബിന്ദു, ഈ പ്രപഞ്ചത്തിലുള്ളതേ നമ്മളിലുള്ളൂ, നമ്മളില്ലാത്തതൊന്നും ഈ പ്രപഞ്ചത്തിലുമില്ല എന്നുള്ള തത്വം അറിയുക. പല മതങ്ങളും പല സംഹിതകളും ഇത് തെറ്റായി പഠിപ്പിക്കുന്നു. എന്തിനാന്ന് വെച്ചാൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം. അത്രയും തന്നെ കൃത്യമായി പറയേണ്ടി വരും. അവനവനെ സ്നേഹിക്കാൻ പഠിപ്പിക്കാത്ത ഒരു തത്വസംഹിതയും ഈ ലോകത്ത് അവർക്ക് വേണ്ടി മാത്രമാണ് പടച്ചുണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ സ്വയം ശ്രമിക്കുക, നമ്മുടെ കുറവുകളെ അംഗീകരിക്കുക. കാരണം ഈ ലോകത്തിൽ ഒന്നും പൂർണ്ണമല്ല, ഈ ലോകമേ പൂർണ്ണമല്ല, ലോകത്തിൽ ഒന്നും പൂർണ്ണമല്ല. അപ്പോൾ നമ്മൾക്ക് കുറവുകൾ ഉണ്ടാവാം, ആ കുറവുകളെ അംഗീകരിക്കുക എന്ന് പറയുന്നു. ഇനി സ്വയം നമ്മുടെ ക്ഷേമത്തിനായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് നമ്മുടെ ക്ഷേമത്തിനായിട്ട് നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ? നമ്മളുടെ ആത്മസംതൃപ്തിയാണ് ലക്ഷ്യമെങ്കിൽ നമ്മൾ ശാരീരികമായ ആരോഗ്യവും മാനസികമായ ആരോഗ്യവും ഒരുപോലെ കാത്തു സൂക്ഷിക്കണം. ശാരീരികമായ ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം. എന്ത് സംഭവിക്കണം? ശാരീരികമായ ആരോഗ്യത്തിന് ഇത് മാത്രം മതിയോ? ഇതിലൂടെ മാത്രം ശാരീരിക ആരോഗ്യം നടക്കൂല്ലേ? 3 നേരം മൃഷ്ടാന ഭോജനം നടത്തുമ്പോൾ ശാരീരിക ആരോഗ്യം നടക്കില്ലേ? ഇപ്പൊ ഈ സമയത്ത് ഇപ്പോ 40-ന് മുകളിലുള്ള ആൾക്കാരോട് ചോദിച്ച ആൾക്കാരില്ലല്ലോ, അങ്ങനെ നടക്കുന്നെന്ന് പറയും. പക്ഷെ കുറച്ച് മുമ്പേ ആണെങ്കിൽ കൃത്യമായി ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി ആരോഗ്യം കിട്ടുമെന്ന് പറയും. അല്ല, മനസ്സിലാക്കുക, തിരിച്ചറിയുക. നല്ല ഭക്ഷണം മാത്രം പോരാ ആരോഗ്യത്തിന്. ഭക്ഷണം ഒരു ചെറിയ ഘടകം മാത്രമാണ് ശാരീരിക ആരോഗ്യത്തിന്. നമ്മുടെ പുസ്തകത്തിൽ ഇത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾക്ക് ആരോഗ്യത്തെ പറ്റിയിട്ട് പുതിയ പതിപ്പ് മനസ്സൊരു വിസ്മയം വായിക്കുക. അതിലെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. മാനസികവും വൈകാരികവുമായിരിക്കണം നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. എന്തൊക്കെ? നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നമുക്കറിയാൻ സാധിക്കണം. നമുക്ക് മുൻവിധികളില്ലാതെ നമ്മുടെ ചിന്തകളെ വികാരങ്ങളെ നിരീക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ നമുക്ക് പലതിനോടും വേണ്ട എന്ന് പറയേണ്ടതിനെ വേണ്ട എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ വികാരങ്ങളെ എന്ത് ചെയ്യണം? വികാരങ്ങളെ അനുഭവിക്കാനും അംഗീകരിക്കാനും നമുക്ക് സാധിക്കണം. വികാരങ്ങൾ ഇല്ലാതാക്കലല്ല പ്രത്യേകത, വികാരങ്ങളെ അനുഭവിക്കാനും അംഗീകരിക്കാനും പറ്റണം. എനിക്കിപ്പോ ദേഷ്യമുണ്ട്, സത്യമാണത്, അംഗീകരിക്കുക. പക്ഷേ എനിക്ക് ദേഷ്യമുണ്ട്, ഇത് എന്നിൽ നിന്ന് വിട്ടുപോകാതെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ദേഷ്യം എന്നിലാണുള്ളത്, ദേഷ്യത്തിൽ ഞാനല്ല. നമ്മൾ എന്തിനാ ഉള്ളത്? ദേഷ്യമുണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണുള്ളത്? ദേഷ്യം വരുമ്പോൾ നിങ്ങളിലാണോ ദേഷ്യമുള്ളത്, ദേഷ്യത്തിലാണോ നിങ്ങളുള്ളത്? വാക്കൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കണേ. പറയുന്ന വാക്ക്, എനിക്ക് ദേഷ്യം വരുന്നു അല്ലെ ആൾക്കാർ പറയുന്നു അല്ലെ? ആണോ? ഞാൻ വലിയ ദേഷ്യത്തിലാണ് എന്നാണോ പറയാ? ശരിക്കും ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട വാക്കുകളാണ്. എല്ലാവർക്കും ദേഷ്യം, എന്നിലാണ് ദേഷ്യം, അപ്പോൾ ഞാൻ ദേഷ്യത്തിന്റെ മുകളിലാണ്. ദേഷ്യത്തെ പിടിച്ചു നിർത്താൻ എനിക്കറിയാൻ പറ്റുമെന്നുള്ള ആ വികാരത്തെ അംഗീകരിക്കാൻ പറ്റണം, അതിനെ അനുഭവിക്കാൻ പറ്റണം, അതിനെ കടന്നു പോകാൻ അനുവദിക്കുകയും വേണം. ഇത് സെൽഫ് ലവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചെയ്യുക തന്നെ വേണം. പിന്നെന്താണ്? നല്ലൊരു വ്യക്തിത്വം വളർത്തിയെടുക്കണം. നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്ന നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. വ്യക്തിത്വം എനിക്കും കൂടുതൽ വെറുതെ ഉണ്ടാവുമോ? ആർക്കെങ്കിലും ഉണ്ടാവോ വ്യക്തിത്വം? ഇല്ലല്ലോ. അവനവൻ ഉണ്ടാക്കിയെടുക്കണം. എന്താണ്? അവനവന്റെ കണ്ണാടി പോയി നോക്കി അവനവനെ അഭിനന്ദിക്കുകയും അവനവനോട് നല്ല വാക്കുകൾ പറയാനും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പച്ചയ്ക്ക് നോക്കി പറയാനും പറ്റണം അല്ലെ? എത്ര പേർക്ക് പറയാൻ പറ്റും? നിങ്ങളൊന്നും എല്ലാവരും നിങ്ങൾ ഇപ്പൊ ക്യാമറയിൽ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞു നോക്കിയേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. എത്ര പേർക്ക് ഇപ്പൊ പറയാൻ പറ്റും ക്യാമറയിൽ നോക്കിയിട്ട്? നിങ്ങൾക്ക് സെൽഫി പക്ഷേ ഇപ്പൊ നോക്കൂ, ഞാനത് പറയാൻ നിൽക്കുമ്പോ എല്ലാവരും ഒന്നാലോചിച്ചേട്ടാ ഇതെങ്ങനെ ഇപ്പൊ പറയും? കാരണം ഇപ്പോൾ ആക്ച്വലി ക്യാമറയിൽ കാണുന്നത് ആരെയാണ്? കുറെ ആളെ കാണുന്നുണ്ടല്ലേ, അപ്പൊ പറയാൻ പറ്റില്ല. വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഇത്രയും ക്യാമറ നോക്കുമ്പോൾ നിങ്ങളെ തന്നെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളെ അവിടെ എന്നെയും കാണാം, നിങ്ങളെയും കാണാം, രണ്ടുപേരെയും കാണാം. നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ നിങ്ങളെ ക്യാമറയിൽ, നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. അപ്പൊ നിങ്ങളവിടെ കാണുന്നുണ്ടല്ലോ. നിങ്ങളിലുള്ളത് എന്നിലും ഉണ്ടല്ലോ, എന്നിലുള്ളത് നിങ്ങളിലും ഉണ്ടല്ലോ, രണ്ടും ഒന്നല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇല്ല. പക്ഷെ ആദ്യം ഇപ്പൊ ചിന്തിച്ചെന്താണ്? അതെങ്ങനെ പറയാൻ പറ്റും എന്ന് ചിന്തിച്ചില്ലേ? ഇതെവിടുന്ന് വന്നു?
സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കൂ. നേരത്തെ ഞാൻ ഇത് തുടങ്ങി പറഞ്ഞു, നിന്നിലുള്ളതേ എന്നിലുമുള്ളൂ, എന്നിലുള്ളതേ എന്നിലുമുള്ളൂ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അർത്ഥം എങ്ങോട്ട് മാറ്റുന്നത് കൊണ്ടല്ലേ. നമ്മൾ സ്നേഹിക്കാത്ത എന്തെങ്കിലും ഈ പ്രപഞ്ചത്തിലുണ്ടോ? നമ്മൾ എല്ലാത്തിനെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതിനെ പറയാൻ പോകുമ്പോൾ നമ്മൾ അവിടെ ഒരു കണ്ടീഷൻ കൊണ്ടുവയ്ക്കും. ഇയാളെ സ്നേഹിക്കേണ്ടത് ഇന്ന കാര്യം കൊണ്ടാണ്, ഇതിനെ സ്നേഹിക്കേണ്ടത് ഇന്ന കാര്യം കൊണ്ടാണ്, ഇതിനെ സ്നേഹിക്കേണ്ടതെന്ന്. നമുക്ക് പശു കിടാവും ഉണ്ടായാൽ പശുവിനെ സ്നേഹിക്കുന്ന അതേ കാഴ്ചയിലൂടെ നമ്മൾ പശു കിടാവിനെ സ്നേഹിക്കുമോ? രണ്ടും ഒരേ കാര്യം തന്നെയാണ്. പക്ഷെ പശുവിനെ സ്നേഹിക്കുന്നത് പാലിന്റെ അളവനുസരിച്ചും കിടാവിനെ സ്നേഹിക്കുന്നത് പാല് കുടിക്കുന്നതിന്റെ കുറവിന്റെ അളവനുസരിച്ചും അല്ലേ? എത്രയാണ് മനുഷ്യന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കേ. പശുക്കിടാവ് കൂടുതൽ പാല് ചോദിച്ചാൽ അതിനെ നമ്മൾ കിടന്നിട്ട്, പശു പാല് തരുന്നത് കുറഞ്ഞാൽ അതും സ്നേഹം കുറയും. യഥാർത്ഥത്തിൽ പശുവിനെ കിടാവിനെയും നമ്മൾ സ്നേഹിക്കുന്നത് എന്തിനാണ്? പാലിന്റെ പുറത്താണ് അല്ലേ? അപ്പൊ ഇതേപോലെ പലപ്പോഴും നമ്മൾ അല്ലെ, വേറൊരു ചോദ്യം, ഒരു നമ്മുടെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ പറഞ്ഞൊരു കോട്ടുണ്ട്, നമുക്കൊന്ന് അറിച്ചു വെക്കാം. നമ്മളെല്ലാവരും പറയുന്നുണ്ട്, പശു പാല് തരും അല്ലേ? പശു നമ്മളെ വീട്ടിൽ പാല് തരുന്നു. ഇതല്ലേ നമ്മളെല്ലാം കേട്ടതല്ലേ? എല്ലാവരും വീട്ടിൽ പശു പാല് തരുന്നില്ലേ? എല്ലാവരും വീട്ടിലും പശു പാല് തരുന്നുണ്ടല്ലേ? ഒന്ന് ടൈപ്പ് ചെയ്തേ. പശുവിനെ നമുക്ക് വളർത്തുന്ന പാലിന് വേണ്ടിയല്ലേ പശു പാല് തരും. ഇങ്ങനെ കുറെ ആൾക്കാരെ നമ്മൾ വളർത്തുന്നില്ലേ? ഇത് സെൽഫ് ലവ് വരുമ്പോ കാര്യങ്ങളിലേക്ക് മാറിപ്പോണ്ട. പശു ഒന്നും പാല് തരില്ല. പശുവിനെ ബലം പിടിച്ച് കറന്നെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ പശു പാല് തരുന്നൊക്കെ പഠിപ്പിച്ചു വെച്ചതൊക്കെ എത്ര തെറ്റായ കാര്യങ്ങളാണെന്ന് പറയും. സ്കൂളിൽ പഠിപ്പിച്ചാലേ പശു പാല് തരുന്നു, രാമൻ നെയ്യ് തരുന്നു എന്നൊക്കെ പറയും. രാമൻ എവിടെ നെയ്യ് തരുന്നു? നെയ്യ് കടഞ്ഞെടുക്കുന്ന സാധനത്തിലാണ് പറയുന്നത് രാമൻ തരുന്നു. ഇതൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്നും ശരിയായ കാര്യങ്ങളേ അല്ല എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ അത് അങ്ങനെ വിശ്വസിക്കാനേ നമുക്ക് ഇഷ്ടമുള്ളൂ. ഇതൊന്നും മാറ്റിപ്പിടിക്കേണ്ട സമയമായിരിക്കുന്നു. അപ്പോ കണ്ണാടിയിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ അവനവനിലെ ക്യാമറയിൽ നോക്കിയിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമുള്ള കാര്യമാണെന്നറിയുക. അതായത് നമ്മുടെ നല്ല ഗുണങ്ങളെ ഓർക്കുക, നല്ലതിനെ മാത്രം ചിന്തിക്കുക എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റൊരു കാര്യം കൂടി. എല്ലാം പ്രധാനപ്പെട്ടാണ്, അതുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട ഓരോന്ന് പറയേണ്ടി വരുന്നത്. നമ്മൾ ഇന്ന് എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം അല്ലെ? ഇന്നിപ്പോ ഞായറാഴ്ചയാണ്. നിങ്ങൾ എത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും? നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സന്തോഷം വരാനാണ് നമ്മൾ ജീവിക്കുന്നത്, നമുക്കറിയാം. ഇന്ന് ചെയ്ത കാര്യങ്ങളിൽ എത്ര കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്? ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണോ ഉണ്ടാവുക, ദുഃഖമാണോ ഉണ്ടാവുക? അതായത് നമുക്ക് അവിടെ സന്തോഷത്തിന് പകരം മറ്റെന്തോ അനുഭവമാണോ ഉണ്ടാവുക? എന്തിനാണ് നമ്മളത് ചെയ്യുന്നത്? അപ്പൊ പറയും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു എന്നല്ലേ? അല്ലേ? സ്വാഭാവികമായിട്ട് എനിക്കിഷ്ടം ഉണ്ടായിട്ട് പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു. അപ്പോൾ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്? നമ്മൾ എന്തിനു വേണ്ടിയാ ജീവിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടിയാവില്ലേ? ഇപ്പോ ശ്രദ്ധിച്ചു നോക്കണേ. നമുക്കിഷ്ടമല്ല പക്ഷെ മറ്റുള്ളവന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയല്ലേ ഇത്? നമ്മളെ ഇഷ്ടപ്പെടാതെ മറ്റുള്ളവന് വേണ്ടി ചെയ്തു. ഇനി അതേ കാര്യം നമ്മുടെ ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുട്ടികൾക്ക് അല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് വേണ്ടി നമ്മൾ ചെയ്തുവെങ്കിൽ എന്തുകൊണ്ടാണ് അവർ നമ്മുടെ ഭാഗമാണ് എന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റാത്തത്? എന്തോ ഒരു കണ്ടീഷൻ നമ്മളിൽ വെച്ചത് കൊണ്ടല്ലേ? നമ്മൾ തന്നെ അവരിലല്ല, നമ്മളിൽ തന്നെ അവരുടെ പറ്റിയിട്ട് ഒരു കണ്ടീഷൻ വെച്ചത് കൊണ്ടാണ്. ഇത് മറ്റൊരു കാര്യത്തിൽ പറഞ്ഞു നിർത്തുന്നില്ല. അപ്പോ ഇഷ്ടമില്ലാത്തത് ചെയ്യാനേ പാടില്ല. എന്തിനാ ചെയ്യുന്നത്? ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ പാടില്ല എന്നതിന്റെ അർത്ഥം ഇഷ്ടമല്ലാത്തതിനെ നിങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ പോരെ? എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റാത്തത്? നമ്മൾ ഏതോ ഒരു കണ്ടീഷൻ കൊണ്ടല്ലേ. നമ്മൾക്ക് കണ്ടീഷൻ ഇല്ലെങ്കിലോ പിന്നെ നമുക്ക് ഇഷ്ടക്കേടും ഇല്ലല്ലോ. ചെയ്യുന്ന കാര്യത്തെ അത് ഇഷ്ടത്തോടെ ചെയ്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ഇത് വളരെ ഇതുമാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, വേണ്ട എന്നുള്ളത് വേണ്ട എന്ന് പറയാനുള്ള കഴിവില്ലാത്തതല്ലേ നമ്മുടെ പ്രധാന പ്രശ്നം. അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ വളർത്തുന്ന സംഭവം. അപ്പൊ നമുക്ക് വേണ്ടാത്താണ് വേണ്ട, ഇത് ചെയ്യില്ല, എനിക്കറിയില്ല, അറിയില്ല
എന്താ കുഴപ്പമുള്ള? ഒന്നും സംഭവിക്കില്ല. ഇതൊന്നും പ്രകൃതി നിയമങ്ങളല്ല. പ്രകൃതി നിയമങ്ങൾ നിങ്ങൾക്ക് വേണ്ടാത്ത ചെയ്യാൻ ഒരു പ്രകൃതി നിയമവും പറഞ്ഞിട്ടില്ല, എവിടെയും പറയില്ല. പ്രകൃതി നിയമങ്ങൾ ഒരിക്കലും നമുക്ക് വേണ്ടാത്ത ചെയ്യാനുള്ള കാരണം പ്രകൃതിയും നീയും ഒന്നാണെങ്കിൽ നിനക്കിഷ്ടമില്ലാത്തൊന്നും പ്രകൃതിയിൽ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്താ? നമ്മൾ പ്രകൃതിയുടെ ഉൽപ്പന്നമാണെങ്കിൽ നമുക്കില്ലാത്ത ഒന്നും ഈ പ്രകൃതിയിൽ ഉണ്ടാവുമോ? ഉണ്ടാവുകയില്ല. അവിടെ നമ്മളാണ് പ്രകൃതിയിൽ ഇതിനെ കണ്ടീഷൻസ് വെക്കുന്നത്. അപ്പൊ അതൊക്കെ പോട്ടെ. ഇപ്പൊ കൃത്യമായി ഇത്രേ പറയാനുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്ന് പറയുന്നു. ഈ കുറെ കാര്യങ്ങൾ സെൽഫ് ലവിന് വളരെ കാര്യങ്ങൾ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ 3 ക്ലാസ്സുകളായിട്ട് സെൽഫ് ലവിനെ പറ്റി മാത്രം പറയുന്നു. ജേർണി ടു ഹാപ്പിനെസ്സിൽ സെൽഫ് ലവിനെ പറ്റിയിട്ട് കുറെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ക്ലാസ്സിൽ ഇന്ന് തുടങ്ങിയ നമ്മുടെ സന്തോഷത്തിന്റെ താക്കോലുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഇന്നിവിടെ ഇത് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് സെൽഫ് ലവ് വളരെ 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 പ്രധാനമായിട്ട് രഹസ്യമായി പറയാനുള്ള കാര്യം, പലരും ഇത് മറന്നു പോകുന്നു എന്നുള്ള ഒരു ആക്സിഡൻസിൽ മറന്നു പോകുന്നത് കൊണ്ടാണ്. അപ്പോ ഞാൻ ഒരു ടെക്നിക്കും കൂടി പഠിപ്പിച്ചിട്ട് ഇന്ന് പോകാം. കാരണം സെൽഫ് ലവ് ഇതൊന്നും പറയാത്ത മറ്റൊരു ടെക്നിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാനുള്ള, അതിൻ്റെ ഡെപ്തായി ഉൾക്കൊള്ളാനുള്ള, നിത്യവും നിങ്ങൾക്ക് ഓർക്കാനുള്ള ഒരു ടെക്നിക്ക് പഠിപ്പിച്ചുതരാം. വേണോ? നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന, ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന്, മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ടുള്ള ആരോഗ്യത്തിന് കൃത്യമായി വളർത്താനുള്ള ഒരു ചെറിയ ടെക്നിക്ക് പറഞ്ഞു പോകാം. ചെറിയ ടെക്നിക്കാണ്, പക്ഷേ ഫലം ചെറുതല്ല. ദൂരവ്യാപകമായ ഫലം ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇത് കേൾക്കാനുണ്ട്, തയ്യാറായിക്കോളൂ. ടെക്നിക്കിലേക്ക് പോകാം. ഇതെല്ലാം മനസ്സിലായി കഴിഞ്ഞു, പക്ഷെ ടെക്നിക്ക് മറ്റൊരു രൂപത്തിലാണ്. എല്ലാവരും ഈ ടെക്നിക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും 1-2 കാര്യങ്ങൾ നിങ്ങൾ നിത്യവും ഉണ്ടായിരിക്കണം വീട്ടിൽ. ഇതില്ലാത്തവർ ഇന്ന് തന്നെ, നാട്ടിലെ വീട്ടിലാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഇന്നോ നാളെയോ നിങ്ങൾ വീട്ടിൽ ഈ ഒരു സാധനം വളർത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റൊന്നും വളർത്താൻ പറ്റില്ല. പറയാൻ പോകുന്ന ടെക്നിക്ക് മറ്റൊന്നുമല്ല. നിങ്ങൾ എല്ലാവരും വെള്ളം കുടിക്കുന്നുണ്ടല്ലോ അല്ലെ? വെള്ളം കുടിക്കാത്തവരാരുമില്ല അല്ലെ? വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അറിയോ? എന്താണ് ഈ വെള്ളത്തിന് നമ്മുടെ ജീവിതത്തിലെ പ്രത്യേകത എന്നറിയാമോ? വെള്ളത്തിന്റെ പ്രത്യേകത, നമ്മുടെ ശരീരത്തിൽ 70%, ഈ ഭൂമിയിൽ 70% വെള്ളമാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ 70%. അപ്പൊ നമ്മുടെ നിയന്ത്രിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനം എന്തായിരിക്കും? വെള്ളമായിരിക്കും അല്ലെ? നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഏറ്റവും അടുത്ത എടുത്ത സാധനം തന്നെ വെള്ളമായിരിക്കും. കാരണം നമ്മൾ വീട്ടിലെ മറ്റാരും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് കൂടുതൽ നമുക്ക് വെള്ളം സ്വീകരിക്കാൻ പറ്റും. അതേ വെള്ളത്തിന് വെച്ചിട്ട് നമ്മൾ ഒന്നൊരു ടെക്നിക്ക് ചെയ്യാണ്. സെൽഫ് ലവ് പ്രാക്ടീസ്, വാട്ടർ തെറാപ്പി എന്ന് പറയുന്ന സാധനം പഠിപ്പിക്കുകയാണ്. വാട്ടർ തെറാപ്പി മറ്റു രൂപത്തിലാണ് പഠിപ്പിക്കുന്നതേ ഉള്ളൂ. വാട്ടർ തെറാപ്പി നിങ്ങളൊരു കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നല്ലൊരു വലിയ ഗ്ലാസ് നിങ്ങളുടെ വീട്ടിലുണ്ടാകണം. വലിയൊരു ഗ്ലാസ്, ഇതുപോലെ കുപ്പി ഗ്ലാസ്, അല്ലെങ്കിൽ എന്താ പറയാ, ക്രിസ്റ്റൽ ഗ്ലാസ് എല്ലാവരും വീട്ടിലും ഉണ്ടാകും. ക്രിസ്റ്റൽ ഗ്ലാസ് തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. ഇന്ന് തന്നെ കഴിയുന്ന വലിയ ഗ്ലാസ് എടുക്കുക. നാട്ടിൽ വലിയ ഗ്ലാസ് മേടിക്കാൻ പറ്റും. ഇവിടെയൊക്കെ എനിക്ക് ഇത്രയും വലിയ ഗ്ലാസ്സേ കിട്ടാനുള്ളൂ. അല്ലെങ്കിൽ അടപ്പുള്ള ഗ്ലാസ് കിട്ടിയാൽ, അടപ്പുള്ള ഒരു കപ്പ് കിട്ടിയാൽ ഏറ്റവും നല്ലത്. അടപ്പുള്ള ഒരു പ്രിസം എൻ്റെ ഉണ്ട്, ഞാനിപ്പോൾ എടുത്തില്ല, കിച്ചണിലുണ്ട്. ഞാൻ എല്ലാ ദിവസവും വെക്കുന്ന വെള്ളം വെക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ് ഉണ്ട്, കൈ പിടിക്കാൻ പറ്റുന്ന വലിയ അടപ്പുള്ള ഗ്ലാസ്. എന്തിനാണ് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. എല്ലാ ദിവസവും നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പായി, രാത്രി ഉറക്കത്തിന് തൊട്ട് മുമ്പായി വെള്ളം കുടിക്കുന്ന ശീലം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലെ? രാവിലെയും രാത്രിയും വെള്ളം കുടിക്കുന്ന ശീലമുണ്ട്, എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിപ്പോ ഈ ഗ്ലാസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് മതിയാവില്ല, ഇത് ഒറ്റ നേരം കുടിക്കാൻ മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. കഴിവതും ഇതിനേക്കാളും വലിയ ഗ്ലാസ് കിട്ടുന്നുണ്ട് നോക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്. എല്ലാ ദിവസവും രാത്രി നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട്, ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഇത്രയും നിറയാൻ പാടുള്ളൂ, പൂർണ്ണമായിട്ട് നിറയരുത്. ഇത്ര മാത്രം നിറഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് 3 ഇതൾ തുളസിയുടെ ഇല ഇടുക. 3 ഇതൾ, കൃത്യമായി 3 ഇതൾ തുളസി ഇല. അപ്പോ തുളസി ഇല കഴുകി വൃത്തിയാക്കിയിട്ട് ഇടണം. കാരണം പുറത്തുനിന്ന് പല ഇതും ഉണ്ടാവും അല്ലെ? അങ്ങനെയാണല്ലോ നിങ്ങൾ എപ്പോഴും കൊണ്ടുപോവുക. 3 ഇതൾ തുളസി ഇടുക.
3 നമ്മുടെ എന്താ പറയാ കറാമ്പുള്ള കറാമ്പു അറിയില്ലേ? കറാമ്പു പൂക്കൾ പോലുള്ള പൂ പൂ അത് കറാമ്പുവിന്റെ തെറ്റത്ത് 3-5 പൂക്കളുടെ ഇതുണ്ടാവും. പൂക്കൾ തുറന്നിരിക്കുന്ന സാധനം കറാമ്പ് കാണിക്കാൻ ഞാൻ ഇവിടെ ഉണ്ട് കിച്ചണിൽ, ഞാൻ എടുത്തു വെച്ചില്ല. കറാമ്പ് ഉണ്ടാവില്ല, അറിയാലോ കറാമ്പ്. 3 കറാമ്പ് പൂ കൂടി ഇതിനകത്ത് ഇടുക. കറാമ്പ് പൂ അല്ലെ എന്നല്ലേ പറയാ, പൂനല്ലേ കറാമ്പ് എന്ന് പറയണേ, മറ്റത് ചെടിയാണ്. 3 കാര്യങ്ങൾ ഇതിനകത്ത് ഇടുക. 10 ഗ്രാമ്പു, യെസ്, കറാമ്പുവിന് ഗ്രാമ്പു എന്നാ പറയാം. ഗ്രാമ്പു മസാലയുടെ കൂടെ അല്ല, ഞാൻ ഗ്രാമ്പു എന്ന് മാത്രമാണ്. കരിയാമ്പൂവിന് ഗ്രാമ്പു എന്നാ പറയാ. ഗ്രാമ്പു മാത്രമാണ്, മസാല വേണ്ട, ഗ്രാമ്പു. ഇത് 3ഉം ഇതിനകത്ത് ഇടുക. എന്നിട്ട് നിങ്ങൾ ഒരു 10 മിനിറ്റ് മുമ്പേ ഇടുക. എന്നിട്ട് നിങ്ങൾ ഇതിനോട് എന്താണ് പറയാൻ പോകുന്നത്? നിങ്ങളെ സ്നേഹിക്കുമ്പോൾ എന്തൊക്കെയാ നിങ്ങൾ പറയാ? നിങ്ങൾ എന്ത് വാക്കായിരിക്കും ഉപയോഗിക്കുക? നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എന്ത് വാക്കായിരിക്കും ഉപയോഗിക്കുക? അത് തന്നെ. എന്താണ് ഞാൻ പറയണ്ടല്ലോ അല്ലേ? ഞാൻ ഈ വെള്ളത്തോട് പറയുന്നു, നിങ്ങൾ വേണം പറയാ ഐ ലവ് യു ദിനേശ്. അല്ലെങ്കിൽ മറ്റെന്താണോ, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ഞാൻ സുന്ദരനാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഇതിനോട് പറയാൻ വേണ്ടി തെറി പറയാൻ ആഗ്രഹമുള്ളവർ അങ്ങനെയും പറഞ്ഞോളൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ എന്തായാലും പറയില്ല, നിങ്ങൾക്ക് പറയാനും പറഞ്ഞു. അത് എനിക്ക് വിഷയമുള്ള കാര്യമല്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, ഞാനായിട്ട് മുടക്കുന്നില്ല, പറഞ്ഞോളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ, നിങ്ങൾക്ക് എന്താണോ ലഭിക്കേണ്ടത് അത് ഈ വെള്ളത്തിനോട് പറയുക. എന്നിട്ട് അത് അടച്ചു വെക്കുക. 10 മിനിറ്റ് മുമ്പേ കൃത്യമായി വെക്കുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ആയാലും മുമ്പേ വെക്കുക. എന്നിട്ട് ഇത് അടച്ചു വെക്കുക. ഇനി ബെഡിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കുക. കിടക്കാൻ നേരത്ത് അത് വീണ്ടും ഒന്ന് ഓർത്തുകൊണ്ട് പകുതി വെള്ളം കുടിക്കുക. പകുതി വെള്ളം കുടിക്കുക. എന്നിട്ട് അവിടെ വെക്കുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ബാക്കി വെള്ളം കുടിക്കുക. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം അല്ലെ? ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാവോ? ഒന്ന്, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ തുളസി ഇല്ലാത്ത ആൾ, നിങ്ങൾ തുളസി ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണ്ട, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റെന്താ ഞാൻ പറയും, എനിക്കിപ്പോ തുളസി കൊണ്ട് തരാൻ പറ്റും. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് നിങ്ങളെ വീട്ടിൽ ഇല്ലാത്തവർ ഇത് നാളെ മുതൽ നട്ട് വളർത്തേണ്ടി വരും. അത് ലാസ്റ്റ് പറയാൻ നിന്ന കാര്യമാണ്. അതിനു മുമ്പേ നിങ്ങൾ എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കണം. ഇല്ല, തുളസി ഇല്ലെങ്കിൽ ഗ്രാമ്പു മതിയോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോ എന്താ പറയുക? ഒരു ടെക്നിക്ക് പഠിക്കുമ്പോൾ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം പറയും ഗ്ലാസ് ഇല്ല, ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എനിക്ക് ചോദിക്കുക, സ്റ്റീൽ ഗ്ലാസ് പറ്റുമോ, ചെമ്പിന്റെ ഗ്ലാസ് പറ്റുമോ എന്ന് ചോദിച്ചേക്കരുത്. ഇതൊരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ടാണ്. മറ്റൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, എന്നെ പറയാൻ വിടൂ. അപ്പോ ഇതെന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകൾ ഈ വെള്ളത്തിന് ശരിക്കും മെമ്മറി ഉണ്ട്. നമ്മൾ എന്ത് നൽകുന്നു അതനുസരിച്ച് വെള്ളം അതിനനുസരിച്ചുള്ള വിഘടനം നടത്തും എന്നുള്ളതാണ് കണ്ടുപിടിച്ച തത്വം. അതുകൊണ്ട് വെള്ളത്തിനോട് നല്ലത് മാത്രം പറയുക, സന്തോഷത്തോട് പറയുക. അപ്പോൾ നിങ്ങൾ പകുതി കുടിക്കുമ്പോൾ നിങ്ങൾ ആ കുടിച്ച വെള്ളത്തിനകത്തോട്ട് പോയ വെള്ളത്തിലും എന്താണുള്ളത്? നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ശരീരത്തിൽ കയറിയല്ലോ. പകുതി വെള്ളം കുടിച്ചപ്പോൾ ശരീരത്തിൽ അത് കയറിയല്ലോ. അപ്പൊ രാത്രി കിടക്കുമ്പോൾ ശരീരത്തിൽ മുഴുവൻ അത് തന്നെ ചലിക്കുമല്ലോ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഇതല്ലേ ശരീരത്തിൽ മുഴുവൻ ചലിക്കുന്നത്? വെള്ളത്തിലേക്ക് നമ്മൾ ഇത് പറഞ്ഞത് വെള്ളത്തിലോട്ട് അകത്ത് പോയി ഇത് തന്നെയാണ് നമ്മുടെ ശരീരത്തെ മുഴുവൻ ചലിക്കുന്നത്. അപ്പോൾ തുളസിയുടെയും ഗ്രാമ്പുവിന്റെയും പ്രത്യേകത എന്താണെന്നുള്ള അവിടെ വരും അല്ലെ? തുളസി എന്താ ചെയ്യുന്നത്? തുളസി എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്യൂരിഫിക്കേഷൻ, ശുദ്ധിയല്ലേ? തുളസി എന്തെങ്കിലും തരത്തിലുള്ള അശുദ്ധി ആ വെള്ളത്തിലുണ്ടെങ്കിൽ തുളസി അതിനെ ക്ലിയർ ആക്കുന്നു, അതിനെ ശുദ്ധമാക്കുന്നതിനാണല്ലോ നമ്മൾ തുളസി ഉപയോഗിക്കുന്നത്. എല്ലാ കാര്യത്തിലും ആയുർവേദത്തിൽ തുളസിയുടെ പ്രത്യേകത അത് തന്നെയാണ്. അപ്പോൾ തുളസി ഉണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള മാലിന്യങ്ങൾ നമ്മളിൽ ഉണ്ടായെങ്കിൽ അത് തുളസി അകത്തോട്ട് ചെല്ലുന്നതിലൂടെ അത് ഇല്ലായ്മയാകും. അപ്പോ ഗ്രാമ്പു എന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിന്റെ രക്തത്തിലേക്ക് ലയിക്കാൻ, വെള്ളത്തിന് രക്തത്തിലൂടെ ലയിക്കാനും രക്തം കൃത്യമായി ശുദ്ധമാക്കാനും ഗ്രാമ്പുവിന് നല്ല കഴിവുണ്ട്. അതുകൊണ്ടാണ് ഗ്രാമ്പു ഇടാൻ പറഞ്ഞത്. ഗ്രാമ്പുവും തുളസിയും ചേർക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്യൂരിറ്റി കൂടുതൽ കിട്ടും വെള്ളത്തിനകത്ത് എന്നുള്ളത് കൊണ്ടാണ് ഗ്രാമ്പു ചേർക്കാൻ പറഞ്ഞത്. ഇത് രണ്ടും ചെയ്ത് ഇനി അത് രാത്രി കിടക്കുമ്പോൾ പകുതി വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് പോയി, അല്ല നിങ്ങൾ മുഴുവൻ കുടിക്കുന്നു, തെറ്റൊന്നുമില്ല. മുഴുവൻ കുടിച്ചിട്ട് വീണ്ടും ആ ഗ്ലാസ്സിൽ വെള്ളം എടുത്തു വെച്ചാൽ മതി. ഇതുകൊണ്ട് പകുതി കുടിക്കാൻ പറഞ്ഞ ഗ്ലാസ്സിലെ വെള്ളം അവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ്. മുഴുവൻ കുടിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വീണ്ടും അതുപോലെ ചെയ്തിട്ട് ഗ്ലാസ് വെള്ളം അവിടെ വെച്ചാൽ മതി. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നത്
ഇപ്പൊ 6 മണിക്കൂർ 7 മണിക്കൂർ ഗ്രാമ്പൂവും തുളസിയിലയും ഈ പറഞ്ഞ വാക്കുകളുമുള്ള വെള്ളം എന്തായിട്ടുണ്ടാവും? കൂടുതൽ ശുദ്ധമായിട്ടുണ്ടാവും, കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന വെള്ളമായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലെ? ആ വെള്ളം വീണ്ടും നമ്മൾ അകത്തോട്ട് പോകുമ്പോ സ്വാഭാവികമായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും പോകുന്ന എന്താണ്? ശുദ്ധമായ, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം മാത്രമാണ്. അതോടുകൂടി നമ്മുടെ ശരീരം സെറ്റാവും, മനസ്സ് സെറ്റാവും. ഈ പ്രാക്ടീസ് ചെയ്തോളൂ. ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. ചെയ്യുക. കണ്ണാടി മിറർ ടെക്നിക്ക് ചെയ്യുന്നതിൻ്റെക്കാളും നമ്മുടെ മിറർ ടെക്നിക്ക് ചെയ്യുമ്പോൾ പുറത്താണ് ഉണ്ടാവുന്നത്. ഇത് ചെയ്യുമ്പോൾ അകം മുഴുവനായിട്ട് മാറ്റം ഉണ്ടാവും. അപ്പൊ ഇത്രയും കൂടുതലൊന്നും പറഞ്ഞു തരാനില്ല. വളരെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. ഇന്ന് തന്നെ ചെയ്തോളൂ. എല്ലാ ദിവസവും ചെയ്യുക. അത് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെയൊക്കെ ചോദിക്കരുത്. ചൂടുവെള്ളം കുടിക്കാവോ? തണുത്ത വെള്ളം വേണോ? ഐസിട്ട വെള്ളം വേണോ? അത് സോഡ ചേർക്കണോ? സോഡ ചേർക്കാതെ കുടിക്കണോ? ഫ്രിഡ്ജിൽ ഇട്ടത് കുടിക്കണോ? ഇതിനൊക്കെ ഒരു റിലവന്റ് ഇല്ലല്ലോ ചോദ്യത്തിന്, അല്ലേ? ചൂടുവെള്ളത്തിൽ കൊണ്ടുപോയിട്ട് തുളസി ഇട്ടാൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുക? എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഗ്രാമ്പു ഇട്ടാൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ചൂടുവെള്ളത്തിനകത്ത് ഈ ഈ ഞാൻ പറഞ്ഞ ഒറിജിനൽ വെള്ളത്തിന്റെ ആ ഒരു അവസ്ഥ സംജാതമാവില്ല. അതുകൊണ്ട് ചൂടാക്കിയിട്ട് തണുപ്പിച്ചോളൂ. ചൂടോട് കുടിക്കരുത്. ചൂടാക്കി നോർമൽ വാട്ടറിൽ മാത്രമാണ് ഈ കൃത്യമായ ഈ എന്താ പറയുക വെള്ളത്തിന്റെ ശരിയായ ഘടന ഉണ്ടാകുന്നത്. അതുകൊണ്ട് തിളപ്പിച്ച് ആറ്റിയ വെള്ളം കുടിക്കുന്നതിൽ തെറ്റില്ല. തിളപ്പിച്ച വെള്ളം കുടിക്കരുത്. കുടിക്കുന്നതിൽ തെറ്റില്ല. ഈ പറഞ്ഞ കാര്യം അവിടെ നടക്കില്ല. കുടിച്ചോളൂ, നിങ്ങൾ കുടിക്കണ്ട എന്ന് പറയില്ല. പക്ഷെ ഈ കാര്യം അവിടെ വർക്ക് ചെയ്യില്ലെന്നാണ് ശാസ്ത്രം തെളിയിച്ചത്. അപ്പോൾ അതിനനുസരിച്ച് പവർഫുൾ ആയിട്ട് നിങ്ങൾ ഇത് ചെയ്യുക. നാളെ മുതൽ ചെയ്യുക. ഈ രഹസ്യം നിങ്ങൾ മറ്റാരോടും പറഞ്ഞു കൊടുക്കണ്ട. നിങ്ങൾ തന്നെ രഹസ്യമായി ചെയ്താൽ മതി. എന്നിപ്പോൾ തുളസി ഇല കിട്ടുന്നില്ലെങ്കിൽ ഒരു തുളസി പോയി വാങ്ങിച്ചോളൂ. ഇല്ലെങ്കിൽ ഒരു കരിഞ്ഞ പാക്കറ്റ് തുളസി വാങ്ങിച്ചു വെച്ചോളൂ. ഉണങ്ങിയ തുളസി കുഴപ്പമില്ലല്ലോ. തുളസി ഇല നാട്ടിൽ പോകുമ്പോൾ, അല്ലെ, ഗൾഫിലുള്ളവർ ഒരു കാര്യം നാട്ടിൽ പോകുമ്പോൾ കുറച്ച് തുളസി ഇല ഉണക്കി കൊണ്ടുവന്നാലും കുഴപ്പമില്ല. തുളസി ഇല ഉണങ്ങിയാലും വ്യത്യാസമൊന്നുമില്ല. ഒരു വ്യത്യാസമില്ല. ഉണക്കി കൊണ്ടുവരാമല്ലോ, അല്ലെ? അപ്പൊ വേറൊരു ഐഡിയ പറയാം. ഇത്രയൊക്കെ സംഭവിച്ചത് നമുക്ക് ഗ്രൂപ്പിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ കൊടുക്കാം. പാക്കറ്റ് ഉണങ്ങിയ തുളസിയില വിൽക്കാനുള്ള ഒരു ഇതും കൂടി നിങ്ങൾ ആർക്കെങ്കിലും പാക്കറ്റ് ചെയ്ത് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ ക്ലാസ്സിൽ കുറെ 10-200 പേര് തുളസിയില വാങ്ങിക്കും. 10 രൂപ ഒരു പാക്കറ്റ് തുളസിയില അയച്ചോളൂ കേട്ടോ. ഇപ്പോഴും കൃത്യമായി ഞാൻ പറഞ്ഞത് തമാശ രൂപേണ നിങ്ങൾ ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. പക്ഷേ ചിരിപ്പിക്കാൻ പറഞ്ഞ കാര്യമല്ല, ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്ന കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ ഇതുവരെ നിങ്ങളോട് ആരോടും പറയാതിരുന്ന ഞാൻ ആരോടും പറയാൻ പാടില്ലാത്ത രഹസ്യമല്ലേ? പക്ഷെ ഇന്ന് എന്തുകൊണ്ടായിരിക്കും പറയാല്ലേ? അപ്പൊ നിങ്ങൾ ആരോടും പറയില്ലെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ വേറെ ആരോടും പറയില്ലല്ലോ? യെസ്. അപ്പൊ സന്തോഷത്തോടു കൂടി ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യുക. ബി സീരിയസ്. ലൈഫ് ഇങ്ങനെയാണ് മാറ്റം വന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. വലിയ കാര്യത്തിൽ ചെറിയ മാറ്റമാണോ വേണ്ടത്? ചെറിയ കാര്യത്തിലൂടെ വലിയ മാറ്റം ആവശ്യം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ചെറിയ കാര്യത്തിലൂടെ വലിയ മാറ്റം ഉണ്ടാവട്ടെ എന്ന്